ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതിയുടെ ഇടതടവില്ലാതെ നടത്തി വരുന്ന വെബിനാറിന്റെ ഏറ്റവും വലിയ സവിശേഷത നാം അതിന്റെ 1000 ദിനത്തിലോട്ട് അടുക്കുന്നു എന്നുള്ളതാണ്. 1000 ദിനം വെറുതെ അങ്ങ് പോയാൽ പോരാ, നമുക്കത് ആഘോഷമാക്കണം. അതെങ്ങനെ ആഘോഷമാക്കണം എന്നതിനെ കുറിച്ച് ഒരു ചിന്ത IFBHന്റെ എല്ലാ ഭാരവാഹികളുടെ ഉള്ളിലും ഉണ്ടാകുകയുണ്ടായി. അതിന്റെ ഭാഗമായി നാം അതിനായിട്ട് തന്നെ ഒരു പ്രത്യേക ഓർഗനൈസിങ് കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയുടെ തലവനായിട്ട് നമ്മുടെ ഫിറോസ് ഖാൻ എന്ന ഹോമിയോപ്പതി സ്നേഹിയാണ് മുന്നോട്ട് വന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നാം തുടങ്ങി വെച്ച ഈ മഹായജ്ഞം വളരെ ഒത്തിരി പരിപാടികൾ, ഏകദേശം ഒരു 15 ഇന പരിപാടി തന്നെയാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ഇന്ന് ഈ വേദിയിൽ നടന്നുകൊണ്ടിരുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 30 രാജ്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഒരു ഗംഭീര പരിപാടിയാണ്. അതിലെ 1ാമത്തെ പരിപാടി അതിപ്പോൾ വളരെ ഗംഭീരമായിട്ട് ഇന്ന് 9ാം ദിവസമായിട്ട് കടന്നുപോയി. നാളെ 10ാം ദിവസം നമ്മോടൊപ്പം അതുപോലെ തന്നെ മറ്റൊരു രാജ്യത്ത് നിന്നും ആൾക്കാർ എത്തുകയാണ്. അതുപോലെ 16 ദിവസം ദുബായിൽ നിന്നും ആൾക്കാരെത്തുന്നു. ഇങ്ങനെ ദുബായിലെ UAE നിന്ന് എത്തുന്നു. അങ്ങനെ എല്ലാ ദിവസവും വിവിധ രാജ്യങ്ങളിലുള്ള ആൾക്കാർ നേരിട്ട് വന്ന് പരിപാടി നടത്തി പ്രൂവ് ചെയ്യുകയാണ് ഹോമിയോപ്പതി നിരോധിക്കുകയല്ല, മറ്റു രാജ്യങ്ങളിലെല്ലാം വളരുകയാണെന്നുള്ള സത്യം. ഇത് ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതിയുടെ ഏറ്റവും വലിയ ഒരു നേട്ടമാണ്. കാരണം ലോകത്തിലുള്ള വിവിധ രാജ്യങ്ങളെ നമ്മൾ ഒന്നിച്ചൊരു ശൃംഖലയാക്കി കോർത്തിണക്കിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ 2ാമത്തെ പരിപാടിയാണ് നമ്മുടെ ലത്തീഫ് സാറിന്റെ അനുസ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഡ്രീം പ്രോജക്റ്റായ സസ്യങ്ങളെ നട്ട് വളർത്തി അവരെ പരിപാലിക്കുന്ന ഒരു സമ്പ്രദായം നമ്മൾ ഏറ്റെടുക്കുകയാണ്. അത് 1 ലക്ഷം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഹോമിയോപ്പതി മരുന്ന് പലരുടെ ഒരു ധാരണയുണ്ട്, വിദേശത്ത് നിന്ന് വരുന്ന എന്തോ ഒരു സംഭവത്തിൽ നിന്ന് ഉണ്ടാക്കുന്നതാണെന്ന്. അതല്ല, നമുക്ക് ചുറ്റുമുള്ള എല്ലാ സസ്യ ജീവികളിൽ നിന്നും ജന്തു ജീവികളിൽ നിന്നും എടുക്കുന്ന മരുന്നുകളാണ് നമ്മുടെ സിസ്റ്റത്തിൽ ഉള്ളത് എന്ന് ജനങ്ങളെ അറിയിക്കുന്നതിനായിട്ട് ഒരു പ്രദർശനവും നമ്മൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 1000 വീഡിയോയുടെ പ്രസന്റേഷൻ എല്ലാവരിൽ നിന്നും എടുക്കുന്നുണ്ട്. അതിപ്പോ തന്നെ കുറെ വീഡിയോസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇന്നു മുതൽ അത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അതും നമ്മുടെ ഈ പ്രോജക്റ്റിന്റെ ഒരു ഭാഗമാണ്. അതുപോലെ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് 4 സെമിനാറുകൾ. ഒന്ന് തിരുവനന്തപുരത്ത് ജൂൺ 1 നടക്കുന്നു. പിന്നെ ഒന്ന് കൽക്കട്ടയിലും ഡൽഹിയിലും അതുപോലെ ദുബായിലും പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഇതും നമ്മൾ കൃത്യമായിട്ട് നടക്കും. അതുപോലെ തന്നെ ഇതിന്റെ ആദ്യത്തെ പ്രോജക്റ്റ് ആയിരുന്നു ഹിന്ദി വെബ് സെഷൻ തുടങ്ങുക എന്നുള്ളത്. അതിപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ 10ാം തീയതി തന്നെ നമ്മൾ തുടങ്ങി. അതിപ്പോഴും വളരെ നല്ല രീതിയിൽ പോകാൻ തുടങ്ങി. കൂടുതൽ ആൾക്കാർ അതിലോട്ട് വരാൻ തുടങ്ങി. അപ്പൊ നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാരെയും നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ നമ്മുടെ 1ാം തീയതി തമിഴ് വെബിനാർ ഉദ്ഘാടനം ചെയ്യുകയാണ്. അപ്പൊ ഇതെല്ലാം IFBHന്റെ നേട്ടങ്ങളിൽ പെടുത്താവുന്ന കുറെ കാര്യങ്ങളാണ്. ഇന്ന് IFBH നമ്മുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി മീറ്റിംഗിലും അതുപോലെ തന്നെ ഓർഗനൈസിംഗ് കമ്മിറ്റിയിലും വളരെ സുപ്രധാനമായി തീരുമാനങ്ങൾ എടുക്കുകയുണ്ടായി. കാരണം നമ്മുടെ വിദ്യാർത്ഥികളാണ് ഭാവിയിൽ ഹോമിയോപ്പതി സംരക്ഷിക്കേണ്ടതും നിലനിർത്തേണ്ടതും. അവരെ വളർത്തിയെടുക്കുക എന്നുള്ളത്, അവരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് IFBHന്റെ ഒരു കർത്തവ്യം തന്നെയാണെന്ന്, ഉത്തരവാദിത്വം തന്നെയാണെന്ന് നാം തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മുടെ തൽക്കാലം സൗത്ത് ഇന്ത്യയിലുള്ള ഒരു 11 കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ സൗജന്യമായി നമ്മളുടെ ഓരോരുത്തരുടെയും സ്പോൺസർഷിപ്പിൽ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു കോളേജിൽ നിന്ന് 4 വിദ്യാർത്ഥികളെയും, അതുപോലെ തന്നെ ഒരു പ്രസന്റേഷൻ 5 കോളേജിലെ PG സ്റ്റുഡൻസിന് ഓരോ പ്രസന്റേഷൻ 5 മിനിറ്റ് ഉള്ളത് കൂടെ കൊടുക്കുവാനും നമ്മൾ തീരുമാനിച്ചു. അപ്പൊ എന്തുകൊണ്ടും ഹോമിയോപ്പതി ഈ പുത്തൻ തലമുറയിൽ കൂടുതൽ ആത്മവിശ്വാസം വളർത്തുന്നതിനുള്ള പരിപാടികളുമായിട്ട് നാം മുന്നേറുകയാണ്. ഇതിനൊക്കെ നമുക്ക് സാമ്പത്തിക ബാധ്യതയുണ്ട്. പക്ഷേ ഈ സാമ്പത്തികം നമ്മൾ ഉണ്ടാക്കും. അതിനുള്ള പരിശ്രമം നമ്മളുടെ ഡോക്ടർമാരുടെ ഇടയിലും ഹോമിയോപ്പതി സ്നേഹികളുടെ ഇടയിലും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി പല ആൾക്കാരും ഇപ്പോൾ നമ്മളെ സഹായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മെഡിക്കൽ കമ്പനികളിൽ നിന്ന് നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു സഹായങ്ങളെ കിട്ടാൻ സാധ്യതയുള്ളൂ. കാരണം 2 സെഷനുകൾ ഇപ്പം ഈ അടുത്ത് തന്നെ മറ്റു പല സംഘടനകളുടെ ഇതിൽ നടന്നു. നമ്മളുടെ അത് വ്യത്യസ്തമാണ്. എന്നിരുന്നാലും എല്ലാ മേഖലയിലും കിട്ടുന്ന സപ്പോർട്ടുകൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ നമ്മുടെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആണ് 1-ാം തീയതി കഴിയുന്നതും ഒരു മാധ്യമത്തിലൂടെ നമ്മുടെ ഹോമിയോപ്പതിക്കയുടെ ഒരു പേജ് നീക്കിവെച്ച് ഹോമിയോപ്പതി എന്താണെന്ന് കുറെ ആൾക്കാരിലേക്ക് വീണ്ടും എത്തിക്കുക, അവരെ ഓർമ്മിപ്പിക്കുക, അങ്ങനെയുള്ള ചില ചടങ്ങുകളും നമ്മൾ നടത്തുന്നുണ്ട്. ഇത്രയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വേണ്ട സാമ്പത്തിക ബാധ്യത നമുക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ സഹായിക്കണം. അതല്ല, നിങ്ങൾക്ക് വരാൻ പറ്റുന്നില്ല എങ്കിൽ, രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഓരോ വിദ്യാർത്ഥികളുടെ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കണം. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ മക്കൾക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു ഭാവിയിലെ സമ്പാദ്യം എന്ന് പറയുന്ന രീതിയിൽ തന്നെ അവർക്ക് വേണ്ടിയുള്ള ഒരു ഡിപ്പോസിറ്റ് ആണ് നിങ്ങൾ മുടക്കുന്ന ഈ പണം. അതൊരിക്കലും പാഴാവില്ല. അവരുടെ ആത്മവിശ്വാസം വളരുകയും ഭാവിയിൽ ഹോമിയോപ്പതി എന്താവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ആ ലെവലിലോട്ട് 1-ാം നമ്പറിലോട്ട് കൊണ്ടുപോകുന്നതിന് അതൊരു പ്രേരണയാകും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വിഷയത്തിലോട്ട് നാം കടക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ തന്നെ ഗൃഹസ്ഥനും ഒക്കെ ആയ ഡോക്ടർ യഹിയ പറക്കവെട്ടിയാണ്. അദ്ദേഹം ഹോമിയോപ്പതി ചികിത്സാ മേഖലയിൽ നിന്നിട്ട് ഏകദേശം 30 വർഷത്തിലധികമായി. എന്ന് മാത്രമല്ല, എവിടെയൊക്കെ ഹോമിയോപ്പതിക്ക് പ്രതിസന്ധി ഉണ്ടാകുന്നോ, ആരെങ്കിലും ഹോമിയോപ്പതി എപ്പോഴൊക്കെ തല്ലാനായിട്ട് വാളെടുക്കുന്നുവോ, അപ്പോൾ പരിചയമായി മുന്നിലിറങ്ങുന്ന ഏറ്റവും പ്രധാനികളിൽ ഒന്നാണ് ഡോക്ടർ യഹിയ. അതുകൊണ്ട് തന്നെ നമ്മുടെ മീഡിയ സെല്ലിന്റെ ചെയർമാനാണ്. അതുപോലെ IFBHന്റെ ജോയിന്റ് സെക്രട്ടറിയാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ വിളിക്കുകയാണെങ്കിൽ അദ്ദേഹം ആദ്യം മുന്നിലെത്തും. പണ്ട് നമ്മുടെ ഈ കേസ് ഹോമിയോപ്പതി ചികിത്സ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങ് ഹൈക്കോടതിയിൽ പോകാനായിട്ട് ആദ്യം വന്ന വ്യക്തി ഒന്ന് ഡോക്ടർ യഹിയ ആയിരുന്നു. ഞാനും യഹിയയും കൂടി അന്ന് പോയതും ഒക്കെ ഞാൻ ഓർക്കുന്നു. വളരെ നല്ല ഒരു എന്ത് കാര്യത്തിന് മുന്നിൽ നിൽക്കാൻ, മുന്നിൽ നിന്ന് നയിക്കാനുള്ള ആർജവമുള്ള ഒരു വ്യക്തിത്വമാണ്. അതാണ് IFBHന്റെ ഇതുപോലുള്ള ആർജവമുള്ള വ്യക്തിത്വങ്ങളാണ് IFBHന്റെ കരുത്തും നമ്മളുടെ ശക്തിയും. എന്തായാലും ഇന്ന് അദ്ദേഹം നമ്മൾ ഇട്ടിരിക്കുന്ന പ്രോജക്റ്റ് ഡോക്ടർ യഹിയയോടൊപ്പം എന്നാണ്, യഹിയ ഡോക്ടറോടൊപ്പം. അതായത് നിങ്ങൾക്ക് അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കാം, അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പറയും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മേഖലയിൽ നിന്നും ചോദിക്കാം. കാരണം അദ്ദേഹം ഒരു സകലകലാ വല്ലഭൻ തന്നെയാണ്. കാരണം അദ്ദേഹം ഒരു ക്ലാസിക്കൽ ഹോമിയോപ്പത്തായിട്ടാണ് ട്രീറ്റ്മെന്റ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഏത് രോഗം വന്നാലും അദ്ദേഹം അതിനെ ട്രീറ്റ് ചെയ്യാറുണ്ട്. നമ്മളെല്ലാവരും കണ്ടതാണ് അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പേജിൽ ഒരു മുറി മുഴുവൻ, ഒരു സ്റ്റാൻഡ് മുഴുവൻ കുപ്പികളിൽ അദ്ദേഹത്തിന്റെ ചികിത്സാ അനുഭവത്തിലൂടെ കിട്ടിയ കുറേ സ്റ്റോണുകൾ ഓരോ കുപ്പികളിലായിട്ട് നിറച്ചു വെച്ചിട്ട് അതിങ്ങനെ കിടക്കുന്ന ഒരു ഫോട്ടോ അദ്ദേഹം വാളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. തീർച്ചയായും അത്ര കണ്ട് ഹോമിയോപ്പതിയിൽ അനുഭവങ്ങളുള്ള വ്യക്തിത്വമാണ്. തീർച്ചയായും നമുക്ക് ഈ 986-ാം ദിനത്തിൽ സ്വാഗതം ചെയ്യാം ഡോക്ടർ യഹിയ എന്ന നമ്മുടെ പ്രിയങ്കരനെ. സ്വാഗതം ഡോക്ടർ. നമസ്കാരം. താങ്ക് യു വെരി മച്ച് ഡോക്ടർ ധനേഷ്. വളരെ ഷോർട്ട് നോട്ടീസിലാണെങ്കിലും ഇന്ന് രാവിലെ വിളിച്ച് പറയുമ്പം ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. യഥാർത്ഥത്തിൽ നിങ്ങളടുത്ത് വെറുതെ ഒരു സംസാരിക്കുന്നതിന് വേണ്ടി എനിക്ക് പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ഒന്നും തന്നെ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ സധൈര്യം ഈ ഫോറത്തിൽ ഇവിടെ ഇരിക്കുകയാണ്. എനിക്ക് എൻ്റെ ചെറിയ അറിവിൽ 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നും എന്തും ചോദിക്കാമെന്നൊക്കെ പറഞ്ഞ് എന്നെ വിഷമിപ്പിച്ച് കളയരുത്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്നെ പഠിപ്പിക്കുകയും വേണം. തീർച്ചയായിട്ടും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മളിങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു മിക്കവാറും ഇവിടെ ഇരിക്കുന്നവരെല്ലാം സീരിയസ് ആണ്. അപ്പൊ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുവാനും മാത്രം പ്രാപ്തരായിട്ടിരിക്കുന്നവരാണ്, മനസ്സിലായി. പക്ഷേ എങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ മറന്നു പോകാറുണ്ട്. അത് റിക്കളക്ട് ചെയ്യാനും അത് ഓർമ്മപ്പെടുത്താനും വീണ്ടും വീണ്ടും പറയുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ വീണ്ടും അത് സ്റ്റാമ്പ് ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ്. ഈ ഫോറത്തിൽ വന്നതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് മരുന്നുകളെ കുറിച്ച് കേൾക്കുവാനും ഒരുപാട് കേസുകൾ മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കോൺഫിഡൻസ് കിട്ടിയ ഒരു ഫോറമാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അനുഭവം ഉള്ളതുകൊണ്ടാണ് ഈ സമയത്ത് എല്ലാവരും ഓടി ഈ വേദിയിൽ എത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ 10,000 ദിവസമായിട്ട് നമ്മുടെ ഇടയിലുള്ള ഡോക്ടേഴ്സിനെ തന്നെ വളരെ നല്ല രീതിയിൽ എക്വിപ്ഡ് ആക്കിക്കൊണ്ടിരിക്കുക. അപ്പം ആ ഒരു പ്രോസസ്സിൽ ഞാനും ഒരു പരിധിവരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം കുറച്ച്
കാലങ്ങളായിട്ട് എനിക്ക് ഇതിനകത്ത് സ്ഥിരമായി കയറാൻ പറ്റുന്നില്ല. എങ്കിലും ഞാൻ പല വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഞാൻ പല വീഡിയോസും കാണാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ വീഡിയോസ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഒരുപാട് വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാവരും കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. കാരണം ചില വീഡിയോസ് ഒക്കെ ഞാൻ വെറും 300 പേര് കണ്ടിരുന്നത് 2 ദിവസം കൊണ്ട് ഷെയർ ചെയ്തപ്പോൾ 1000, 1200, 1500 പേര് കണ്ട വീഡിയോസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ആ വീഡിയോസ് പ്രത്യേകം കാണണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയും കൂടിയാണ്. ഇന്ന് ഞാൻ പലപ്പോഴും ഈ ക്യൂർ വിത്തൗട്ട് സർജറി എന്നുള്ള ഒരു ഫോർമാറ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഓപ്പറേഷൻ ഒഴിവാക്കാം, അത് ഏത് കണ്ടീഷൻ ആണെങ്കിലും ചലഞ്ച് ചെയ്ത് ഞാൻ കേസ് എടുക്കാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഈ ചലഞ്ച് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഹോമിയോപ്പതിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് എല്ലാവരുടെയും അനുഭവത്തിൽ നിന്ന് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. അപ്പം ക്യൂർ വിത്തൗട്ട് സർജറി, ഓപ്പറേഷൻ എങ്ങനെ ഒഴിവാക്കാം, അല്ലെങ്കിൽ ഓപ്പറേഷൻ ഒഴിവാക്കാൻ പറ്റുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അത് ഒരു സബ്ജക്റ്റ്. മറ്റൊരു സബ്ജക്റ്റ് ഞാനൊരു അരമണിക്കൂർ ഞാൻ സംസാരിക്കാം. ബാക്കിയുള്ളത് നമുക്കൊരു ഡിസ്കഷൻ പോലെയോ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ പോലെയോ പോകാം. നേരത്തെ കുറെ അധികം ഈ എയിൽമെന്റ്സ് ഫ്രം ഞാൻ നേരത്തെ ഒരു ക്ലാസ്സിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ കുറെ, അതായത് നമുക്ക് എയിൽമെന്റ്സ് ഫ്രം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് ബ്ലൈൻഡായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം സംജാതമാകാം. അപ്പം അതിൽ ഇപ്പൊ എയിൽമെന്റ്സ് ഫ്രം ഫ്രൈറ്റ് നമുക്ക് പെട്ടെന്ന് അക്കനൈറ്റ് നമ്മുടെ മനസ്സിൽ വരാറുണ്ട്, നമ്മൾ പലപ്പോഴും പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് അല്ലെ. ഒപ്പിയവും അതുപോലെ തന്നെയാണ്. എയിൽമെന്റ്സ് ഫ്രം ഫ്രൈറ്റ്, ജെൽസീമിയം, എയിൽമെന്റ്സ് ഫ്രം ഫ്രൈറ്റ് കിടക്കുകയാണ്. അപ്പോൾ ഇത് അതുപോലെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്നതും ഇതെല്ലാവരും പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് വെക്കുക തന്നെ ചെയ്യണം. കാരണം ഞാൻ പലപ്പോഴും ഇവിടെ വന്ന് പറയുന്ന കാര്യങ്ങൾ പല റെപ്പർട്ടറികളിൽ നിന്നും പല സോഴ്സുകളിൽ നിന്നും ക്രോഡീകരിച്ചെടുത്തിട്ടുള്ളതും ഞാൻ എൻ്റെ കളക്ഷനിൽ എഴുതി വെച്ചിട്ടുള്ളതുമാണ്. അപ്പൊ അത് യഥാർത്ഥത്തിൽ എല്ലാവരുടെയും മനസ്സിൽ അത് വരണം. പലപ്പോഴും എയിൽമെന്റ്സ് ഫ്രം നമ്മുടെ ക്ലിനിക്കുകളിൽ ആൾക്കാർ വന്ന് പറയുമ്പം ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് ഓടി എത്താനോ പിന്നെ കണ്ടുപിടിക്കാനോ ചിലപ്പോൾ പ്രയാസം വന്നേക്കാം. പക്ഷെ ഇതൊന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങൾക്ക് അത് ഉപകാരപ്രദമായിരിക്കും. ഇപ്പം എയിൽമെന്റ്സ് ഫ്രം ടു ഏർലി വീനിങ്, അതായത് മുലപ്പാല് പെട്ടെന്ന് കൊടുക്കുന്നത് അമ്മമാരങ്ങ് നിർത്തുന്നു. 2 മാസമോ 3 മാസമോ അല്ലെങ്കിൽ 6 മാസമോ ആകുമ്പോഴത്തേക്ക്, സാധാരണ നമുക്കൊരു 2 വയസ്സ് വരെയൊക്കെ പാല് കൊടുക്കണമെന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. പക്ഷേ ഒരു 3 മാസം ആയപ്പോഴത്തേക്ക് പെട്ടെന്ന് അമ്മയ്ക്ക് ജോലി കിട്ടി പോകേണ്ടി വന്നു, അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പഠിക്കാൻ പോകേണ്ടി വന്നു, അല്ലെങ്കിൽ പാലില്ലാത്ത അവസ്ഥ വന്നു. അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് പല ഡെഫിഷ്യൻസികളും ഉണ്ടാവും. ഇത് അങ്ങനെ ഏർലി വീനിങ് കൊണ്ടുണ്ടാകുന്ന കംപ്ലൈൻറ്റ്സ് വട്ട് എവർ ഇറ്റ് മേ ബി, നമുക്ക് കുട്ടികൾക്ക് എന്തൊക്കെ രോഗങ്ങൾ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എന്ത് അസുഖം വരാം യഥാർത്ഥത്തിൽ മുലപ്പാല് കൊടുക്കാത്തത് കൊണ്ട്. ഏർലി വീനിങ്. അപ്പൊ ബരൈറ്റ കാർബാണ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. അതുപോലെ തന്നെ കൽക്കേരിയ കാർബ്, ദെൻ പൾസാറ്റില്ല, സൈലീഷ്യ, ലക്കാനിനം ആൻഡ് സിഫിലിനം. ഇത്രയും മെഡിസിൻസ് ഓർത്ത് വെക്കണം. ബരൈറ്റ കാർബ്, കൽക്കേരിയ കാർബ്, പൾസാറ്റില്ല, സൈലീഷ്യ, സിഫിലിനം ആൻഡ് ലക്കാനിനം. സോ എയിൽമെന്റ് ഫ്രം ടു ഏർലി വീനിങ്. ഇനി എയിൽമെന്റ് ഫ്രം അനസ്തേഷ്യ. അപ്പം ഹോസ്പിറ്റലൈസ് ചെയ്ത കേസുകളിൽ അനസ്തേഷ്യ കൊടുത്തതിന് ശേഷം ഉണ്ടാകുന്ന കംപ്ലൈൻറ്റ്സ്, അതിൽ നമുക്ക് അങ്ങനെ തന്നെ ആ ഏറ്റിയോളജി പലപ്പോഴും ചോദിച്ച് മനസ്സിലാക്കണം. സർജറി കഴിഞ്ഞ് വരുന്ന, അതല്ലാന്നുണ്ടെങ്കിൽ സിസേറിയൻ കഴിഞ്ഞ് വരുന്ന പേഷ്യൻസിന് അവർക്ക് ഉണ്ടാകുന്ന കംപ്ലൈൻറ്റ്സ് അത് പല രീതിയിൽ എഫക്ട് ചെയ്യാം. അങ്ങനെ വരുന്ന കണ്ടീഷൻസിൽ അസറ്റിക് ആസിഡ് ആണ് ഫസ്റ്റ് മെഡിസിൻ ആയിട്ട് പറയുന്നത്. അസറ്റിക് ആസിഡ്. അതുപോലെ തന്നെ അമോണിയം കോസ്റ്റിക്കം, അമൈൽ നൈട്രോസം, ഹെപ്പാർസൾഫ്, ക്രിയോസോട്ട്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന നക്സോമിക്കയും ഓപ്പിയവും ഉണ്ട് അതിനകത്ത്. നക്സോമിക്ക, ഓപ്പിയം, ഫോസ്ഫറസ്, ഇത്രയും മെഡിസിൻസ് കൂടി നമ്മുടെ ശ്രദ്ധയിൽ വരണം. അത് സിംറ്റം അന്നേരത്തെ സിംറ്റം അനുസരിച്ച് ഇത് നിങ്ങൾ ഫൈനലൈസ് ചെയ്തോണം. അസറ്റിക് ആസിഡ്, അഡ്രിനാലിൻ, അമോണിയം കോസ്റ്റിക്കം, അമൈൽ നൈട്രോസം, ഹെപ്പാർസൾഫ്, ക്രിയോസോട്ട്, നക്സോമിക്ക, ഓപ്പിയം ആൻഡ് ഫോസ്ഫറസ്. ഇനി കത്തീറ്റർ ഉപയോഗിച്ചിട്ട് വരുന്ന കംപ്ലൈൻസ്, കത്തീറ്ററൈസേഷൻ. അപ്പം സാധാരണ രീതിയിൽ യൂറിനറി ഒബ്സ്ട്രക്ഷൻ ഒക്കെ വന്നു കഴിയുമ്പോൾ കത്തീറ്റർ ഉപയോഗിച്ച ശേഷം പലപ്പോഴും പല പേഷ്യൻസ് കംപ്ലൈൻസ് ആയിട്ട് വരാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന മെഡിസിനാണ്
അക്കനൈറ്റ്. ഫസ്റ്റ് മെഡിസിൻ അക്കനൈറ്റ് ആണ്. കാലിക്കാർബ് ഉണ്ട്, നക്സോമിക്ക ഉണ്ട്, പെട്രോസെലിനം ഇത്രയും ഓർത്തു വെക്കണം. ഇനി ക്ലോറോഫോം കൊണ്ടുണ്ടാകുന്ന കംപ്ലൈൻസ്, അതും നമുക്ക് ഈ അനസ്തേഷ്യയുടെ ബാക്കി പത്രം തന്നെയാണ്. അതിൽ അസറ്റിക് ആസിഡ് വരുന്നുണ്ട്, അമോണിയം കോസ്റ്റിക്കം വരുന്നുണ്ട്, ഫോസ്ഫറസ് വരുന്നുണ്ട്. ഇലക്ട്രിസിറ്റി ഓഫ് ദ അറ്റ്മോസ്ഫിയർ, ഇപ്പൊ 11 kV ലൈനിന് താഴെ താമസിക്കുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ അതുപോലെ പെട്ടെന്ന് ഒരു ഹൈ വോൾട്ടേജ് അറ്റ്മോസ്ഫിയറിൽ ചെന്ന് പെട്ടുപോയ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടാകുന്നുവെങ്കിൽ ഇലക്ട്രിസിറ്റി ഓഫ് ദി അറ്റ്മോസ്ഫിയർ, എയിൽമെന്റ് ഫ്രം ഇലക്ട്രിസിറ്റി ഓഫ് ദ അറ്റ്മോസ്ഫിയർ. നാട്രം കാർബാണ് മെഡിസിൻ. നാട്രം കാർബും ഫോസ്ഫറസും ഒക്കെ ലൈറ്റനിങ് കൊണ്ടൊക്കെ പലപ്പോഴും കംപ്ലൈൻസ് വന്ന് നമ്മൾ ഫോസ്ഫറസ് പറയാറുണ്ട്. അതേ ഇത് തന്നെയാണ് ഇവിടെയും. ഇലക്ട്രിസിറ്റിയുടെ പ്രഭാവം കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ പ്രസൻസ് കൊണ്ട് ആർക്കെങ്കിലും കംപ്ലൈൻസ് വരുന്നെങ്കിൽ നാട്രം കാർബും ഫോസ്ഫറസും ഉപയോഗിക്കണം. ഇലക്ട്രിക് ഷോക്ക് ആണെങ്കിൽ, ഇലക്ട്രിക് ഷോക്ക് ഡയറക്റ്റ് ഇലക്ട്രിഫൈ ചെയ്ത് പോയെങ്കിൽ ഫോസ്ഫറസും മോർഫിനുമാണ് പറയുന്നത്. മോർഫിൻ ആൻഡ് ഫോസ്ഫറസ്. എയിൽമെന്റ് ഫ്രം ക്രോണിക് ഇഞ്ചുറീസ്, നമുക്കറിയാം നാട്രോസൾഫും ആർണിക്കയും എല്ലാവരും പറയുന്നതാണ്. നാട്രോസൾഫും ആർണിക്കയും ക്രോണിക് ഇഞ്ചുറീസ്, ആഫ്റ്റർ എഫക്ട്സ് ഓഫ് ക്രോണിക് ഇഞ്ചുറീസ്. ഇനി എയിൽമെന്റ് ഫ്രം ഓപ്പറേഷൻ, ഇഞ്ചുറീസ് കഴിഞ്ഞിട്ട്, ഓപ്പറേഷനും കഴിഞ്ഞ് ഇഞ്ചുറീസ് വന്നു, ഓപ്പറേറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് കംപ്ലൈൻസ് വരുന്നെങ്കിൽ സ്റ്റാഫിസാഗ്രിയാണ് ഫസ്റ്റ് മെഡിസിൻ. നമുക്കറിയാം ഒരു പല്ല് പോലും എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കംപ്ലൈൻസ് വന്നു നമ്മൾ സ്റ്റാഫിസാഗ്രി സാധാരണ പറയാറുണ്ട് അല്ലെ. അതുപോലെ തന്നെയാണ് അക്വനൈറ്റ്, ബെല്ലിസ് പെരിനിസ്, സ്ട്രോൺഷ്യം കാർബ്, ഇത്രയും ഓർത്ത് വെക്കണം. കംപ്ലൈൻസ് ആഫ്റ്റർ ഓപ്പറേഷൻ, എസ്പെഷ്യലി ആഫ്റ്റർ ഇഞ്ചുറീസ്. ഇൻസ്പിറേഷൻ ഓഫ് ഹോട്ട് എയർ, ചൂട് വായു ശ്വസിച്ചതിന് ശേഷം വരുന്ന കംപ്ലൈൻസ്. കാർബോവജ് ആണ് മെഡിസിൻ, കാർബോവജ്, ഡോണ്ട് ഫർഗെറ്റ്. ശ്വാസമുട്ടോ ചുമയോ അതല്ലാന്നുണ്ടെങ്കിൽ പുകച്ചിലോ നീറ്റോ ഒക്കെ ഉണ്ടാകുന്ന അവസ്ഥ, ഇൻസ്പിറേഷൻ ഓഫ് ഹോട്ട് എയർ, കാർബോവജ് ഇസ് ദ മെഡിസിൻ. എയിൽമെന്റ്സ് ആഫ്റ്റർ മാസ്റ്റർബേഷൻ എല്ലാവർക്കും നേരത്തെ പല ഫോറത്തിൽ അത് ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളതാണ്. ഒറിഗാനം വളരെ ഇമ്പോർട്ടൻറ്റ് മെഡിസിൻ ആണ്. ഫോസ്ഫോറിക് ആസിഡ് ഇമ്പോർട്ടൻറ്റ് മെഡിസിൻ ആണ്. സ്റ്റാഫിസാഗ്രിയ, സൾഫർ ഒക്കെ 3 മാർക്കിലാണ് പറയുന്നത്. സൾഫർ 3 മാർക്കാണ്. സ്റ്റാഫിസാഗ്രിയ, ഒറിഗാനം, ഫോസ്ഫോറിക് ആസിഡ്. മെനോപോസ് നമുക്കറിയാം. എയിൽമെന്റ്സ് ആഫ്റ്റർ മെനോപോസ് ഓർ ഡ്യൂറിങ് മെനോപോസ്, ലാക്ടസിസ്, സാങ്കിനേറിയ, സൾഫർ, എവരിബഡി നോസ് ദാറ്റ്. മൗണ്ടൻ ക്ലൈംബിങ്ങും അതുപോലെ തന്നെ അറിയാവുന്നതാണ്. ആർണിക്ക, കൊക്ക, ഐസനിക് ആൽബ്, കൊക്ക. തണ്ടർസ്റ്റോം, ലൈറ്റ്നിങ് ഓൾറെഡി പറഞ്ഞതാണ്. അപ്പൊ ഇത്രയും വെച്ചിട്ട് നമുക്ക് എയിൽമെന്റ് ഫ്രം ഞാൻ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. കാരണം ഒരുപാടുണ്ട്, അത് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബോറായി പോകും. നമുക്കിനി സർജിക്കൽ കണ്ടീഷൻസിലേക്ക് കിടക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എയിൽമെന്റ് ഫ്രം വീണ്ടും അടുത്ത ക്ലാസ്സുകളിൽ ഞാൻ വീണ്ടും അതുമായിട്ട് വരുന്നതായിരിക്കും. ഞാൻ പറഞ്ഞു ക്യൂർ വിത്തൗട്ട് സർജറി ഈസ് മൈ മോട്ടോ. അങ്ങനെ ഏത് സർജിക്കൽ കണ്ടീഷൻസ് വന്നാലും ഞാൻ വിടാറില്ല. പലപ്പോഴും എൻ്റെ അറിവിൽ ഞാൻ അത് ഏതെങ്കിലും രീതിയിലൊക്കെ പാലിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ക്യൂർ ചെയ്യാനോ ശ്രമിക്കാറുണ്ട്. ഒരു 80-85% കേസുകളും എൻ്റെ കയ്യിൽ തന്നെ ഇരുന്ന് ക്യൂർ ചെയ്യാറുണ്ട്. അത് വളരെ അഭിമാനത്തോടു കൂടി തന്നെ ഞാൻ പറയുകയാണ്. കാരണം പല കേസുകളും പല ട്രീറ്റ്മെന്റും കഴിഞ്ഞു വരുന്നതാണ്. അത് അലോപ്പതി ആണെങ്കിലും ആയുർവേദം ആണെങ്കിലും ഹോമിയോപ്പതി ആണെങ്കിലും കഴിഞ്ഞിട്ടാണ് പലപ്പോഴും പല കേസുകളും വരുന്നത്. അങ്ങനെയുള്ള കേസുകൾ ഞാൻ എൻ്റെ പരമാവധി കേസ് സ്റ്റഡി ചെയ്യുകയും മറ്റുള്ളവർക്ക് ഡിസ്കസ് ചെയ്യുകയും പഠിക്കുകയും റെപ്പർട്ടൈസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് കൊടുത്ത് നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. അതിൽ നമുക്കറിയാം പ്രധാനമായിട്ട് ഹെമറോയിഡ്സ് ആണ്. ഹെമറോയിഡ്സ്, പൈൽസ്. ഞാൻ കൂടുതലായിട്ട് ട്രീറ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് ആണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഫിഷർ, ഫിസ്റ്റുല, സൈനസൈറ്റിസ് ഇത് ഓരോന്നും നമുക്ക് എടുക്കാം. ഞാൻ ജനറലൈസ് ചെയ്തൊന്ന് പറഞ്ഞു പോവാണ്. ടോൺസിലൈറ്റിസ്, അതുപോലെ തന്നെ ക്രോണിക് ടോൺസിലൈറ്റിസ്, അഡിനോയിഡ്സ്. കാരണം ഹോമിയോപ്പതിയുടെ സാധ്യതകൾ നമുക്ക് എത്ര കണ്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്ന് റിപ്പീറ്റഡ് ആയിട്ട് പലരും ഇവിടെ വന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അത് എത്ര പേര് അത് ചലഞ്ചായിട്ട് എടുക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല ഇപ്പോഴും. ദെൻ പെപ്റ്റിക് അൾസർ,
പ്രോസ്റ്റേറ്റ് സ്വെല്ലിംഗ്, അത് ബിനൈനും മാലിനും വരുന്നുണ്ട്. തൈറോയിഡ് സ്വെല്ലിംഗ്, അപ്പൻഡിസൈറ്റിസ്, അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ്, വളരെ ചലഞ്ചിങ് ആയിട്ട് നമുക്ക് എടുക്കേണ്ട ഒരു കണ്ടീഷനാണ് അപ്പൻഡിസൈറ്റിസ്. ദെൻ ഗാംഗ്രീൻ. സ്റ്റോൺ ആണ്. സ്റ്റോൺ പലപ്പോഴും കിഡ്നി സ്റ്റോൺ വരുന്നുണ്ട്, ഗോൾ സ്റ്റോൺ വരുന്നുണ്ട്, പാങ്ക്രിയാസിലെ സ്റ്റോൺ വരുന്നുണ്ട്, പിന്നെ സാലിറ്റിയാസിസ്, സലവറി ഗ്ലാൻഡിലെ പിന്നെ സ്റ്റോൺ വരുന്നുണ്ട്. പിന്നെ ജനറലൈസ്ഡ് ഈ കാൽസിനോസിസ് എന്ന് പറയുന്ന ഒരു ഇപ്പൊ കാൽസിനോസിസ് ക്യൂട്ടീസ്, അല്ലെങ്കിൽ സ്കിന്നിന്റെ താഴെ എവിടെ വേണമെങ്കിലും ഈ കാൽസ്യം അക്യുമുലേഷൻ വരാം. അതിനെ നമുക്ക് സ്റ്റോൺ ആയിട്ട് വേണമെങ്കിൽ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റും. ദെൻ ഫൈബ്രോയിഡ്സ് ആണ്. ഫൈബ്രോയിഡ്സും ഇവിടെ നമ്മുടെ പല ലേഡി ഡോക്ടേഴ്സും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ളതാണ് ഫൈബ്രോയിഡ്സ്. പിന്നെ ഹൗ ടു അവോയ്ഡ് സിസേറിയൻ ഡെലിവറി, നമുക്കറിയാം എങ്ങനെ സിസേറിയൻ ഒഴിവാക്കാം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം പലപ്പോഴും ഞാൻ സ്റ്റുഡൻസിൽ നിന്ന് ചോദിക്കാറുണ്ട്, ഐഡിയൽ ടൈം ടു ട്രീറ്റ് വിമൻ, സ്ത്രീകളെ ചികിത്സിക്കാനായിട്ട് ഏറ്റവും നല്ല സമയം ഏതാണ് എന്ന് ചോദിക്കുമ്പം പലപ്പോഴും ഇപ്പോഴും പലർക്കും അറിയില്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ പുറത്തുള്ള എല്ലാ ഡോക്ടേഴ്സും അത് നമ്മുടെ സ്റ്റുഡൻസിനടുത്ത് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ടതാണ്. കാരണം സ്ത്രീകളെ ചികിത്സിക്കാൻ ഏറ്റവും നല്ല സമയം പലപ്പോഴും ചോദിക്കുമ്പോൾ പറയും മെനോപോസ് സമയമാണ്, അതിലാണെന്നുണ്ടെങ്കിൽ പീരീഡ്സിന് മുന്നെയാണ്, പീരീഡ്സിന് ശേഷമാണ്, ഈ രീതിയിലൊക്കെ പലപ്പോഴും പറയാറുണ്ട്. പ്യൂബർട്ടി സമയത്താണെന്നൊക്കെ പറയാറുണ്ട്. ഒരിക്കലുമല്ല. മാസ്റ്റർ കെന്റ് കെമോമില വായിക്കുമ്പോൾ അതിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ക്രോണിക് ഡിസീസിലെ ഹനുമാൻ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ദ ഐഡിയൽ ടൈം ടു ട്രീറ്റ് വിമൻ ഈസ് ഡ്യൂറിങ് പ്രഗ്നൻസി. പ്രഗ്നൻസി സമയത്ത് ഏറ്റവും കൂടുതൽ സിംറ്റംസ് വളരെ ക്ലിയർ കട്ടായിട്ട് പോർട്രേ ചെയ്യുന്നതാണ്, ഡെലിവറി ചെയ്യുന്നതാണ്. ആ സമയത്ത് സ്ലംബറിങ് സോറ പുറത്തു വരികയും അവരെ സപ്രസ് ചെയ്ത് വെച്ചിരുന്ന സിംറ്റംസ് അതെല്ലാം എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഡിസീസുകളുടെ ഒരു 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 പ്രതിധ്വനി അവിടെ കാണിക്കും. ആ സിംറ്റംസ് ആയിരിക്കും ഈ പ്രഗ്നൻസി. കാരണം പ്രഗ്നൻസി എന്ന് പറഞ്ഞ ഒരു നാച്ചുറൽ ഫിസിയോളജിക്കൽ പ്രോസസ്സാണ്. ആ സമയത്ത് അതൊരു രോഗമല്ല. ആ സമയത്ത് ഇവർക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ, ഇപ്പൊ BP കൂടുന്നു, ഷുഗർ വരുന്നു, അതല്ലാതെ ആൻസൈറ്റി കൂടുന്നു, ലോസ് ഓഫ് സ്ലീപ്പ് ഉണ്ടാകുന്നു, ക്രാംസ് ഉണ്ടാകുന്നു, ബ്ലീഡിങ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ വിശപ്പില്ലായ്മ വരുന്നു, ഉറക്കക്കുറവ് വരുന്നു. അവർക്കില്ലാത്ത സിംറ്റംസ് ഒന്നുമില്ല. വോമിറ്റിംഗ് ഉണ്ടാകുന്നു. എല്ലാ സിംറ്റംസും ആ സമയത്ത് കാണിക്കാറുണ്ട്. അപ്പം ഇവിടെ നമ്മൾക്ക് ഇത്രയും പ്രകടമായിട്ടുള്ള സിംറ്റംസ് കാണിക്കുന്ന ഒരു സമയത്ത് കറക്റ്റായിട്ട് മരുന്ന് കൊടുക്കാന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി വളരെ നോർമലാവും, ഡെലിവറി നോർമലാവും, ഹെറിഡിറ്ററി ടെൻഡൻസീസ് എല്ലാം തന്നെ ഒഴിവാക്കാൻ പറ്റും. അത് വളരെ പ്രധാനമാണ്. അത് പലപ്പോഴും പലർക്കും അറിയില്ല എന്നുള്ളതാണ്. ഇത് ഹൈലൈറ്റ് ചെയ്യപ്പെടണം. നമ്മുടെ സമൂഹത്തിലേക്കും ഇത് എത്തപ്പെടണം. നമ്മുടെ പബ്ലിക്കിനെ എഡ്യൂക്കേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സൊസൈറ്റിയെ രക്ഷപ്പെടുത്താൻ പറ്റൂ, നമ്മുടെ അടുത്ത ജനറേഷനെ രക്ഷപ്പെടുത്താൻ പറ്റൂ. അതുകൊണ്ട് എല്ലാ ഹോമിയോപ്പസും ഇത് അവരവരുടെ വേദികളിൽ പറയാനും, അല്ലെങ്കിൽ ക്ലിനിക്കുകളിൽ അത് ഡിസ്പ്ലേ ചെയ്യാനും, അതൊരു പോസ്റ്ററായിട്ട് തന്നെ എൻ്റെ ക്ലിനിക്കിൽ ഞാനിത് വെച്ചിട്ടുണ്ട്. ഐഡിയൽ ടൈം ടു ട്രീറ്റ് വിമൻ ഈസ് പ്രഗ്നൻസി എന്ന്. അപ്പോൾ പ്രഗ്നൻസി സമയത്ത് മരുന്ന് കൊടുക്കാൻ മാക്സിമം ശ്രമിക്കുക. അത് നമ്മുടെ ഒരു ധർമ്മമാണ്. നമ്മുടെ അടുത്ത ജനറേഷനെ രക്ഷപ്പെടുത്താൻ വേണ്ടി, ഹെറിഡിറ്ററി ടെൻഡൻസീസ് ഒഴിവാക്കാൻ വേണ്ടി, അടുത്ത കുഞ്ഞുങ്ങളെ രോഗവിമുക്തരാക്കാൻ വേണ്ടി നമ്മൾ സഹായിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ. പിന്നുള്ളത് നമ്മൾ ഫൈബ്രോയിഡ്സ് ആണ്. അതുപോലെ ട്യൂമേഴ്സ്, മാലിഗ്നന്റ്, ബിനൈൻ ആൻഡ് മാലിഗ്നന്റ് ട്യൂമേഴ്സ്. ഇത്രയുമാണ് സർജിക്കൽ കണ്ടീഷൻസ് സർവ്വസാധാരണയായിട്ട് ഞാൻ എടുക്കാറുള്ളത്. ചലഞ്ച് ചെയ്ത് തന്നെ എടുക്കാറുണ്ട്. ഫെയിലിയേഴ്സ് ഇല്ലെന്ന് പറയുന്നില്ല. തീർച്ചയായിട്ടും ചില കേസുകളിൽ ഫെയിൽ ആകാറുണ്ട്. അത് സന്തോഷപൂർവ്വം ഞാനത് പറയുകയും കൂടിയാണ്. ഇതിൽ അതിന്റെ തെറാപ്യൂട്ടിക്സിലേക്ക് ഒന്ന് കണ്ണോടിക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇപ്പൊ പൈൽസിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പറയുന്നില്ല. കാരണം ഫസ്റ്റ് ഡിഗ്രിയും സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രിയാണ് കുറച്ച് വിഷമം. പലപ്പോഴും ഫസ്റ്റ് ഡിഗ്രിയിലും സെക്കൻഡ് ഡിഗ്രിയിലും ഒരുമാതിരി നമുക്ക് കൊളിൻസോണിയായോ, എസ്പിറസോ, നെക്സോമിക്കായോ, അതല്ലാന്നുണ്ടെങ്കിൽ റട്ടാനിയ, പിയോണിയ, അങ്ങനെയൊക്കെയുള്ള മെഡിസിൻസിൽ നമുക്ക് പലപ്പോഴും നിൽക്കാറുണ്ട്. അതിലപ്പുറം ഇപ്പൊ ബ്ലീഡിങ് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും സൾഫറോ, ഫോസ്ഫറസോ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലീഡേഴ്സ്, പ്രത്യേകിച്ചും ലാക്ടസിസ് പലപ്പോഴും ഈൽഡ് ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ ചില ടിഞ്ചേഴ്സ്, ഹമാമെലിസ് പോലുള്ള ചില ടിഞ്ചേഴ്സ് ചിലപ്പം അറ്റ കൈക്ക് പ്രയോഗിക്കേണ്ടി വരാറുണ്ട്. അങ്ങനെയൊക്കെ ഒരുമാതിരിപ്പെട്ട ഒരു 99% കേസുകളും ഈ പറയുന്ന മരുന്നുകളിലൊക്കെ നിൽക്കാറുണ്ട്. അതുപോലെയാണ് പിന്നെ ഫിഷർ ആണ് പിന്നെ വരുന്നത്. ഫിഷറിൽ
പലപ്പോഴും ബെസ്റ്റ് റിസൾട്ടാണ് ഫിഷറിൽ കിട്ടാറുള്ളത്. കാരണം ഫിഷർ ക്യാൻ ബി കപ്പിൾഡ് വിത്ത് ഹെമറോയിഡ്സ്, പൈൽസിന്റെ കൂട്ടത്തിൽ ചേർന്ന് വരാം. ചിലപ്പോൾ ഫിഷർ വിത്ത് ഫിസ്റ്റുല ആയിരിക്കും വരുന്നത്, രണ്ട് രീതിയിൽ വരാറുണ്ട്. അപ്പം ഫിഷർ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആസിഡ് നൈട്രിക്കമാണ് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മെഡിസിൻസ്. സൈലീഷ്യ വരും, ഗ്രഫൈറ്റിസ് വരും. ഭയങ്കര പെയിൻഫുൾ സിറ്റുവേഷൻ ആണെങ്കിൽ എനിക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നത് ടാരന്റുലയിലാണ്. ടാരന്റുല ക്യൂബൻസിസില് വളരെ നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. പെയിൻ പെട്ടെന്ന് തന്നെ റിലീഫ് കൊടുക്കും, 1-2 ഡോസിൽ തന്നെ റിലീഫ് കൊടുക്കാൻ സാധിക്കാറുണ്ട്. സൾഫർ ഓൾസോ ക്യാൻ ബി യൂസ്. റട്ടാനിയ പലപ്പോഴും ഹെൽപ്ഫുൾ ആകാറുണ്ട്. ഫിസ്റ്റുലയില് ലോങ് ടേം ട്രീറ്റ്മെന്റ് ആണ് ഫിസ്റ്റുല പരിഹരിക്കുന്നത്. കാരണം 1 മാസമോ 2 മാസമോ കൊണ്ടൊന്നും ഒരു ഫിസ്റ്റുലയും മാറിപ്പോകാറില്ല, വെരി 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 റയർ. അപ്പൊ അതുകൊണ്ട് പേഷ്യൻസിനെ പലപ്പോഴും വളരെ നല്ല രീതിയിൽ നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഒരു മിനിമം 1 ഇയർ എങ്കിലും മെഡിസിൻ കഴിക്കണം തന്നെ പറയണം. 1 മാസത്തിൽ ഒരിക്കലും വിസിറ്റ് വേണം. അപ്പം അത് വളരെ സ്ലോലി മാത്രമേ റിസൾട്ട് കിട്ടാറുള്ളൂ. അത് കൽക്കേരിയ ഫോസോ, സൈലീഷ്യ, അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ടാരന്റുല, ക്യൂബൻസിസ്, ബെർബറിസ്, ചിലപ്പോൾ ബെർബറിസ് വൾഗാരിസ് ചിലപ്പോൾ കിട്ടാറുണ്ട്, തൂജ കിട്ടാറുണ്ട്, കാലിക്കാർബ് കിട്ടാറുണ്ട്. ഇതൊക്കെ വളരെ റിസൾട്ട് കിട്ടിയിട്ടുള്ള മരുന്നുകളാണ്. പൈലോനിഡൽ സൈനസ് എനിക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. പൈലോനിഡൽ സൈനസ് അതിൽ മെർസോൾ ആണ് പലപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള. മെർസോൾ ഹൈപ്പൊട്ടൻസി കൊടുക്കുമ്പോൾ 1 ഒക്കേഷൻ ഡോസ്, വൺസ് ഇൻ എ വൈൽ, 1 മാസത്തിൽ 1 ഡോസ് ഒക്കെ കൊടുത്ത്, അതൊരു ലോങ് ടേം ട്രീറ്റ്മെന്റ് ആണ് പൈലോനിഡൽ സൈനസ്. പലപ്പോഴും സ്വെറ്റിംഗ് ഒരു മേജർ അഗ്രവേറ്റിംഗ് ഫാക്ടർ ആണ്. ഡാൻസ് ചെയ്യുന്നവർ സാധാരണ കാണാറുണ്ട്, അല്ലെങ്കിൽ പലപ്പോഴും ചൂടുള്ള അറ്റ്മോസ്ഫിയറിൽ ജോലി ചെയ്യുന്നവരിൽ, കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്യുന്നവരിലൊക്കെ ഈ പൈലോനിഡൽ സൈനസ് വരാറുണ്ട്. അവിടെയൊക്കെ മെർസോൾ 1 പലപ്പോഴും ഹെൽപ്ഫുൾ ആകാറുണ്ട്. അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇതൊന്നും നമുക്ക് ഞാൻ ഈ പറഞ്ഞു തരുമ്പോൾ ഇത് കൊടുത്താൽ അങ്ങ് കുറയുമെന്ന് ആരും വിശ്വസിക്കല്ല. അത് ഹോമിയോപ്പതിയുടെ ഒരു പ്രത്യേകത. മറ്റ് കുറെ അധികം ഫാക്ടേഴ്സ് കൂടി ഫേവറബിൾ ആണെങ്കിൽ മാത്രമേ മെഡിസിൻ വർക്ക് ചെയ്യുള്ളൂ. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള റിസൾട്ട് കിട്ടിയിട്ടുള്ള മരുന്നുകൾ ഞാൻ പറയുന്നത് മാത്രം. സൈനസൈറ്റിസ് ഇറ്റ്സ് വെരി കോമൺ കണ്ടീഷൻ. സൈലീഷ്യ പലപ്പോഴും വളരെ ഹെൽപ്ഫുൾ ആകാറുണ്ട്. 1 ഹൈപ്പൊട്ടൻസിയിൽ ഒരു 2-3 ഡോസിൽ തന്നെ പലപ്പോഴും ഒരു 90% സൈനസൈറ്റിസ് ഈൽഡ് ചെയ്യാറുണ്ട്. ഈൽഡ് ചെയ്യുന്നില്ലെങ്കിൽ പലപ്പോഴും സാങ്കേനേറിയ, നൈട്രിക്കം, അല്ലെങ്കിൽ കാലിബൈ ഒക്കെ അതിലേക്കൊക്കെയാണ് പിന്നെ പോകുന്നത്. പലപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് സൈലീഷ്യ 1 ആണ്. മറ്റുള്ളവരുടെ അനുഭവങ്ങൾ ഇതിന് ശേഷം നിങ്ങൾ പറയണം. പിന്നെ ടോൺസിലൈറ്റിസ് അതുപോലെ തന്നെ ക്രോണിക് ടോൺസിലൈറ്റിസ് പലപ്പോഴും നമുക്ക് പിന്നെ ട്യൂബർക്കുലിനത്തിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യും. കൽക്കേരിയ കാർബ്, ബറേറ്റ കാർബ്, അതുപോലെ പിന്നെ കൽക്കേരിയ കാർബൊക്കെ വളരെ വളരെ ഹെൽപ്ഫുൾ ആയിട്ട് കാണുന്ന മെഡിസിനാണ്. അഡിനോയിഡ്സ് അതുപോലെ തന്നെ. അഡിനോയിഡ്സ് നമുക്കറിയാം 12 വയസ്സാകുമ്പം അത് ഷ്രിങ്ക് ചെയ്ത് പോകുന്ന ഗ്ലാൻഡ് ആണ് എന്ന് പറഞ്ഞാലും അത്രയും ദിവസം ഇവര് കഷ്ടപ്പെടേണ്ടി വരും, മൂക്കടപ്പും ജലദോഷവും കൂർക്കമ്പരിയും ഒക്കെ ആയിട്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി ഇപ്പൊ അഗ്രാഫിസ് ന്യൂട്ടൻസ് ഞാൻ ഡെയിലി ഡോസ് 30 കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ട്യൂബർക്കുലിന 1 ഹൈപ്പൊട്ടൻസി ഒക്കേഷൻ ഡോസ് കൊടുക്കാറുണ്ട്. സാംബുക്കസ് തന്നെ പലപ്പോഴും ഹെൽപ്ഫുൾ ആയിട്ട് കാണുന്നതാണ്. സാംബുക്കസ് നൈഗ്ര. ചില കേസുകളിൽ കൽക്കേരിയ കാർബ്, സൈലീഷ്യ ഒക്കേഷൻ ഡോസുകളിൽ അഡിനോയിഡ്സ് 100% ഈൽഡ് ചെയ്യാറുണ്ട്. 100% ഈൽഡ്. പെപ്റ്റിക് അൾസറിൽ നമുക്ക് എനിക്ക് സാധാരണ രീതിയിൽ നെക്സോമിക്ക, ലൈക്കോപോഡിയം, കാർബോജ ആ ഒരു റേഞ്ചിൽ പറയുമ്പം എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെഡിസിനാണ് ബിസ്മിത്ത്. ബിസ്മിത്തില് ഭയങ്കര ഇന്റൻസ് പെയിൻ വരുമ്പം യു ട്രൈ ബിസ്മിത്ത്. ഫോസ്ഫറസും ബിസ്മിത്തും നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത് മറിഞ്ഞു പോകരുത്. നിങ്ങൾക്ക് പെപ്റ്റിക് അൾസർ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് അൾസർ ഈൽഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ റിലാക്സ് ചെയ്യുന്നുണ്ട് എങ്കിൽ യു ട്രൈ ബിസ്മിത്ത് ഒക്കേഷണൽ ഡോസ് കൊടുത്താൽ പെയിൻ എന്താണേലും കുറഞ്ഞിരിക്കും, നോ ഡൗട്ട്. സവൽസർവേറ്റയോ അല്ലെങ്കിൽ ചിമാഫേരയോ അതല്ലെങ്കിൽ സ്റ്റിഗ്മേറ്റ മൈഡ്രിസ് പലപ്പോഴും ഹെൽപ്ഫുൾ ആകാറുണ്ട്. ഫെറം പിക്രിക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സഹായിക്കുന്നതാണ് ഈ പ്രോസ്റ്റേറ്റ് സ്വെല്ലിങ്ങില്. പരേര ബ്രീവ, പിന്നെ കോമൺ മെഡിസിൻസ് ഏപ്പിസ്, മെഡോറിനം, കൊനിയം മാക്ക്, കൽക്കേരിയ കാർബ്, ക്ലമാറ്റീസ്, ഇതെല്ലാം പലപ്പോഴും നമ്മൾ സഹായിക്കുന്ന മെഡിസിൻസാണ് പ്രോസ്റ്റേറ്റ് സ്വെല്ലിങ്ങില്. അതിൽ ഈ സ്റ്റിഗ്മേറ്റ മൈഡ്രിസ് നിങ്ങൾ മറക്കരുത്. അതുപോലെ ഫെറം പിക്രിക്കവും മറക്കരുത്. ഫെറം പിക്രിക്കത്തിന് 1 വാട്സ്, കയ്യിലെ വാട്സ്, പ്രത്യേകിച്ച് ഫിംഗേഴ്സിൽ വരുന്ന വാട്സിൽ ഫെറം പിക്രിക്ക നമ്മൾ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. നാട്രമോർ, ഡൽക്യാമറ ആ റേഞ്ച് മെഡിസിൻസ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടാതെ വരുമ്പം ഫെറം പിക്രിക്ക നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതേ
നാണയത്തിന്റെ മറുവശമാണ് ഞാൻ പറയുന്നത്. പ്രോസ്റ്റേറ്റ് സ്വെല്ലിങ്ങിലും ഈ ഫെറം പിക്രിക്കം അലോങ് വിത്ത് ദ ഡ്രെയിനേജ് ഡ്രഗ്സ് യു ക്യാൻ യൂസ്. അപ്പൻഡിസൈറ്റിസ് നമ്മൾ നേരത്തെ രണ്ടു കേസ് ഞാൻ പറഞ്ഞിട്ടുള്ള അപ്പൻഡിസൈറ്റിസ്, അക്യൂട്ട് അപ്പൻഡിസൈറ്റിസിൽ ബ്രയോണിയയുടെ ഇഫക്റ്റ്, പ്രത്യേകിച്ച് ഹൈപ്പോട്ടൻസി. ഞാൻ ഹൈപ്പോട്ടൻസി എപ്പോഴും ഞാൻ ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരുമാതിരിപ്പെട്ട എല്ലാ കംപ്ലൈൻസിലും 1M പ്ലസിങ്ങിൽ കൊടുക്കുന്ന വ്യക്തിയാണ്. ആ 1M പ്ലസിങ്ങിൽ കൊടുക്കുമ്പം ഏറ്റവും കൂടുതൽ റിസൾട്ട് എനിക്ക് പല കണ്ടീഷൻസിലും കിട്ടാറുണ്ട്. അത് ഊന്നി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പ്രത്യേകിച്ചും സർജിക്കൽ കണ്ടീഷനിൽ ഇപ്പം വിതോക്കാസൊക്കെ 1M അല്ലെങ്കിൽ 10M ഒരു ഡോസ് കൊടുത്തിട്ട് നേരെ സർജറി ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിക്കോളാനാണ് പറയുന്നത്. പക്ഷെ അവര് സർജിക്കൽ തിയേറ്ററിൽ ചെല്ലുന്നതിന് മുമ്പ് അവരുടെ വേദന കുറഞ്ഞ അനുഭവമാണ് പലപ്പോഴും കാണിച്ചിട്ടുള്ളത് ഹൈപ്പോട്ടൻസിയിൽ. പക്ഷെ 30 or 200 കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് കുറയും, ശരിയായിരിക്കും. പക്ഷേ 1M കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മണിക്കൂറുകൾ കൊണ്ട് അത് കുറയും. വെറും 1 മണിക്കൂറോ 3 മണിക്കൂറോ കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടും. ദാറ്റ് ഇസ് എ ഡിഫറൻസ്. അതുകൊണ്ട് ഹൈപ്പോട്ടൻസി തന്നെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ട്രൈ ചെയ്ത് ശീലിക്കണമെന്ന ഒരു അഡ്വൈസ് ആണ് എനിക്ക് ഈ കൂട്ടത്തിൽ പറയാനുള്ളത്. പിന്നെയുള്ള സ്റ്റോൺ ആണ്. നമുക്ക് കിഡ്നി സ്റ്റോണിന്റെ പല ക്ലാസ്സുകൾ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞിട്ടുള്ളതാണ്. സ്റ്റോൺ കേസുകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ഇപ്പൊ ലക്കപ്പൊടി ആണെങ്കിലും ബെർബറീസ് ആണെങ്കിലും, അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഹൈഡ്രാഞ്ചയോ ഏത് മെഡിസിൻ സർവീസുകൾ എന്തും ആയിക്കോട്ടെ, അതെല്ലാം ഹൈപ്പോട്ടൻസിയിൽ പ്ലസിങ്ങിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി എക്സ്പെൽ ദ സ്റ്റോൺ. അത് റിലാപ്സിങ് ടെൻഡൻസി ഒഴിവാക്കാൻ വേണ്ടി ഇപ്പം കാൽസ്യം ഓക്സലേറ്റ് ആണെങ്കിൽ യൂസ് ആസിഡ് നൈട്രിക്കം. ആസിഡ് നൈട്രിക്കം റെപ്പർട്ടറിയിൽ വളരെ പ്രൊമനന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള മെഡിസിൻ ആണ് ആസിഡ് നൈട്രിക്കം. കാൽസ്യം ഓക്സലേറ്റ്, കാൽസ്യം ഫോസ്ഫേറ്റ്, അതായത് വൈറ്റ് സ്റ്റോൺ ആണ്, നമുക്കറിയാം പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന സ്റ്റോൺ ആണ് കാൽസ്യം ഫോസ്ഫേറ്റ്. അതിൽ ഉപയോഗിക്കാവുന്നതാണ് ആസിഡ് ഫോസ് ആണ്. അപ്പൊ ഈ രണ്ട് ഡ്രഗിനെ കുറിച്ച് നിങ്ങൾക്ക് അവയർനെസ് ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ടെൻഡൻസി ഒഴിവാക്കാൻ. മെഡോർണ ഓൾസോ വിൽ ഹെൽപ്പ് ടു അവോയ്ഡ് ദി ടെൻഡൻസി ഫോർ ദ ഫോർമേഷൻ ഓഫ് സ്റ്റോൺ. ഗോൾഡ് സ്റ്റോൺ നമുക്ക് അത് നേരത്തെ ഞാൻ ഇവിടെ ഒരു ക്ലാസ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഗോൾഡ് സ്റ്റോൺ, പാൻക്രിയാസിന്റെ സ്റ്റോണും അതുപോലെ തന്നെ നമുക്ക് ഹോമിയോപ്പതിയിൽ ചെയ്താണ്. സലവറി ഗ്ലാൻഡ് കാൽക്കുലേ, സലവറി കാൽക്കുലയിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് സൈരീഷ്യയിലാണ്. സൈരീഷ്യ ഹൈപ്പോട്ടൻസി 1M അലോങ് വിത്ത് ഡ്രെയിനേജ് ഡ്രഗ് ട്രൈഫോളിയം റിപ്പൻസ്. ഞാൻ നേരത്തെ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ വീണ്ടും ഒന്നുകൂടി പറയാണ്. ട്രൈഫോളിയം റിപ്പൻസ് പ്രാറ്റൻസും ഉണ്ട്. അത് ട്രൈഫോളിയം റിപ്പൻസ് ഡ്രെയിനേജ് ഡ്രഗ് ആയിട്ട് ടിഞ്ചർ ഡെയിലി ഡോസ് കൊടുക്കുക. ദെൻ ഹൈപ്പോട്ടൻസി സൈരീഷ്യ 1M അല്ലെങ്കിൽ 10M ഒക്കേഷണൽ ഡോസ് കൊടുക്കുക വൺസ് ഇൻ എ വൈൽ. ഡെഫിനറ്റ്ലി സലവറി ഗ്ലാൻഡിലുള്ള കാൽക്കുലേ പേസ്റ്റ് പോലെ, കാരണം എൻ്റെ ഒരു 3-4 കേസ് എനിക്ക് ഉണ്ടായിരുന്നതെല്ലാം പേസ്റ്റ് പോലെ, അത് കോൾഗേറ്റ് പേസ്റ്റ് പോലെ വായിക്കകത്തോട്ട് അതിങ്ങനെ പൊടിഞ്ഞ് അല്ലെങ്കിൽ അത് സ്ക്യൂസ് ചെയ്ത് വന്നതായിട്ടാണ് റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. സോ ഡോണ്ട് ഫർഗെറ്റ് സൈരീഷ്യ ആൻഡ് ട്രൈഫോളിയം റിപ്പൻസ് ആൻഡ് ട്രൈഫോളിയം പ്രാറ്റൻസ്. ദെൻ സിസേറിയൻ ഡെലിവറി എങ്ങനെയാണ് സിസേറിയൻ ഒഴിവാക്കാൻ പറ്റുന്നത്? ഹൗ വി ക്യാൻ അവോയ്ഡ് സിസേറിയൻ? എൻ്റെ അനുഭവത്തിൽ കോളോഫൈലം ലാസ്റ്റ് സ്റ്റേജിൽ, അതായത് നമുക്ക് ഈ പ്രഗ്നൻസി ലാസ്റ്റ് മന്തില്, ലാസ്റ്റ് വീക്കിൽ, അതായത് എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറയുന്ന ആ ഒരു സമയം, അതിനൊരു 2-3 ദിവസം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച മുമ്പ് മുതൽ തന്നെ ഈ മെഡിസിൻ കൊടുക്കാം, കോളോഫൈൽ. അതല്ലെങ്കിൽ ഇഫ് യു ഹാവ് ഫോൾസ് പെയിൻ ഇങ്ങനെ വരുന്നു, എക്സ്പൾഷൻ നടക്കുന്നില്ല, പെയിൻ ഉണ്ട്, പക്ഷേ ഇറ്റ് ഈസ് ദ ഫീറ്റസ് ഈസ് നോട്ട് പുഷ്ഡ് ഔട്ട്, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തിങ്ക് ഓഫ് കോളോഫൈലം. 200 2-3 ഡോസ് ഡെയിലി കൊടുക്കാം. ഒരു 6-7 ഡോസ് ചെല്ലുമ്പം ഡെലിവറി ഡെഫിനറ്റ് ആയിട്ടും നോർമൽ ഡെലിവറി നടന്നിരിക്കും. അത് പല കേസുകളിലും പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. എൻ്റെ അനുഭവത്തിലും അത് ഹെൽപ്ഫുൾ ആയിട്ട് കണ്ടിട്ടുള്ളതാണ്. പിന്നെ വീട്ടില് മക്കളോ കൊച്ചുമക്കളോ അയൽവക്കക്കാരോ സർവൻസോ അതല്ലാന്നുണ്ടെങ്കിൽ റിലേറ്റീവ്സോ ഒക്കെ ഈ ഡെലിവറി ആയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് വലിയ സീരിയസ് രോഗമായിട്ട് ഉടനെ ഗൈനക്കോളജിസ്റ്റ് കാണുക, എല്ലാ മാസവും സ്കാൻ ചെയ്യുക, എല്ലാ മാസവും ഗൈനക്കോളജിസ്റ്റ് കാണുക, ഈ പറഞ്ഞ പോലെ അയൺ ടാബ്ലറ്റ് കഴിക്കുക, ഫോളിക് ആസിഡ് കഴിക്കുക, ഇതൊക്കെ ഒരു റുട്ടീൻ പ്രോസസ് ആയിട്ട് അങ്ങ് മാറിയിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇതിന്റെ ഒന്നും ആവശ്യം വരാറില്ല. ഫോളിക് ആസിഡ്, അയൺ ടാബ്ലറ്റ്, അയൺൊന്നും നമ്മുടെ ഫെറം ഫോഴ്സ് കൊടുക്കുക ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, നോർമലായിട്ട് ഫുഡ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ടാബ്ലറ്റിന്റെ ആവശ്യം പലപ്പോഴും വരാറില്ല. അതാണ് നമ്മുടെ അനുഭവം. പക്ഷേ നമ്മുടെ പബ്ലിക്കിന് അങ്ങനെ ഒരു ശീലമായിട്ടുണ്ട്. അത് മാറ്റിയെടുക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം.
മാക്സിമം ആഹാരം കഴിപ്പിക്കുക. ഒപ്പം നമ്മുടെ മെഡിസിൻസ് ട്രൈ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുക. ഡെലിവറി നോർമൽ ആകാൻ വേണ്ടിയും കുട്ടിക്ക് മറ്റു രോഗങ്ങൾ വരാതിരിക്കാനും വേണ്ടിയും ലാസ്റ്റ് സ്റ്റേജിൽ വെറുതെ ആണെങ്കിലും ഒരു പണം കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ കോളോഫൈഡ് ഒരു യൂട്രാം പിൽസ് കൊടുത്തു വിടുക. ദാറ്റ് വിൽ ഹെൽപ്പ് ഡെഫിനറ്റ്ലി. ഒരു 99% കേസുകളിലും അതായത് സർജിക്കൽ കണ്ടീഷൻ വേണമെന്ന് പറയുന്ന ചില സിറ്റുവേഷൻ ഉണ്ടാകാം, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ 99% കേസുകളിലും ദിസ് വിൽ ഹെൽപ്പ്, ദിസ് കോളോഫൈഡം. അതിൻ്റെ കൂടെ ഇപ്പോൾ പൾസറ്റിലെ ചില സിറ്റുവേഷൻ വരും, സിംസിഫ്യൂഗ ചിലപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് ചിലപ്പോൾ മാറി വന്നേക്കാം. എന്നാലും ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ് ദിസ് കോളോഫൈലം ഇസ് ദ റെമഡി. ദെൻ ട്യൂമേഴ്സ് ആണ് മാലിഗ്നന്റ്. ആൻഡ് മാലിഗ്നന്റ് ട്യൂമേഴ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. കാരണം അത് ഇവിടെ പലപ്പോഴും പലരും വന്ന് ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളതാണ്. എന്നാലും ഞാൻ ജനറലൈസ് ചെയ്ത് വെറുതെ ഡ്രഗ് മാത്രം പറഞ്ഞു പോകുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നിക്കുന്നില്ല. എങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് ചില മരുന്നുകൾ പറഞ്ഞെങ്കിൽ മാത്രമേ നമ്മളുടെ മനസ്സിൽ ഇരിക്കുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് മരുന്നുകളൊന്ന് പറയാം. ഒരു 9:45 ആകുമ്പോൾ ഞാൻ നിർത്താം, ബാക്കി അത് ഡിസ്കഷനിലേക്ക് പോകാം. ഇപ്പം ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസറിന് സ്ക്രോഫുലേറിയ നൊഡോസ എത്ര പേര് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാൽ ചില സീനിയർ ഡോക്ടേഴ്സ് പലപ്പോഴും നല്ല റിസൾട്ട് കിട്ടിയതായിട്ട് അവകാശപ്പെടുന്നുണ്ട്. ഞാനും കൊടുത്ത ഒരു കേസിൽ വളരെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. സ്ക്രോഫുലേറിയ നൊഡോസ കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പ് ആതിര, നമ്മുടെ ഈ ഫോറത്തിൽ വന്നിട്ട് പത്തനംതിട്ട എന്നുള്ള ആതിര ഇപ്പം RCCയിലാണ് വർക്ക് ചെയ്യുന്നത്. അതിൽ അവിടെ ഈ സ്ക്രോഫുലേറിയ നൊഡോസ അവിടെ ഉപയോഗിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം നല്ല റിസൾട്ട് കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ്. ദെൻ ആസ്റ്റേറിയ റൂബൻസ്, അതും ഈ ക്യാൻസർ പ്രശ്നമുള്ള മരുന്നാണ്. ആസ്റ്റേറിയ റൂബൻസ് 30 റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഗിവ് ഇമെൻസ് റിസൾട്ട്, നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. ദെൻ ലങ് ക്യാൻസർ നമുക്കറിയാം, ഇപ്പൊ TB ലങ്സിന്റെ അക്കാലിഫൈൻ ഡിക്ക് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് ലങ്സിന്റെ ക്യാൻസർ CAക്കും ഈ അക്കാലിഫൈൻ ഡിക്ക ബെസ്റ്റ് മെഡിസിൻ ആണ്. യു ഹാവ് ടു ട്രൈ. അറേനിയ ഡയഡിമയും ഈ ലങ് ക്യാൻസറിന് നല്ല മെഡിസിൻ ആണ്. അതുപോലെ ബ്ലഡ് ക്യാൻസർ, CA ബ്ലഡ് ക്യാൻസർ, ലുക്കീമിയയ്ക്കും ഈ അറേനിയ ഡയഡിമ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. ബ്രയോണിയയും ഈ ലങ് ക്യാൻസറിന്റെ വേറൊരു മെഡിസിൻ ആണ്, ബ്രയോണിയ. Then cadmium bichromicum is another best remedy for tumors, cancer lung. cadmium, cobalt muriaticum ആണ്, അതും ഈ ക്യാൻസർ ലങ്ങിന് ബെസ്റ്റ് മെഡിസിൻ ആണ്. ഇവിടെയൊക്കെ ഇൻഡിക്കേറ്റഡ് മെഡിസിൻ ആയിട്ട് തന്നെ വേണം ഉപയോഗിക്കാനായിട്ട്. അത് ഞാൻ ആ ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ you should be aware of these medicines which are mostly used in the field of homeopathy, especially in therapeutics. These are the common medicines used for specific pathological conditions. അപ്പം ലിവറിൽ നമുക്കറിയാം കൊളസ്ട്രീന് വളരെ ഇമ്പോർട്ടൻറ്റ് മെഡിസിൻ ആണ്. വളരെ അനിൽകുമാർ നമ്മുടെ ട്രഷർക്കൊക്കെ ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുള്ള മെഡിസിൻ ആണെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഹൈഡ്രാസിസ്, ചെലിഡോണിയം, ലാക്കസിസ്, ക്വനിയം, ബെസ്റ്റ് മെഡിസിൻ ഫോർ CA liver. ദെൻ ക്യാൻസർ പെയിൻ, സേത്ത് സാർ എപ്പോഴും പറയാറുണ്ട് ക്യാൻസർ പെയിൻ കൽക്കരിക്കാർക്ക് 30 കൊടുക്കണമെന്ന് സാർ എപ്പോഴും പറയാറുണ്ട്. സോ ദാറ്റ് ഓൾസോ യു ക്യാൻ ട്രൈ ഫോർ CA, പെയിൻ ഇൻ CA. ദെൻ കൊനിയമാക്ക്, ഈ ബ്രസ്റ്റ് ക്യാൻസറിന് കൊനിയമാക്ക് ഈ അസ്റ്റേറിയ റൂബൻസിന്റെ കൂടെ അല്ലെങ്കിൽ സ്കോഫുലേറിയയുടെ കൂടെ തന്നെ ചേർത്ത് വെക്കാവുന്നതാണ് ഈ കൊനിയമാക്ക്. ദെൻ കാൽമേക്ക്, ക്യാൻസർ ലിവറിന്റെ വേറൊരു മെഡിസിൻ ആണ് കാൽമേക്ക്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ക്യാൻസർ ബ്രസ്റ്റിനായി അതിന്റെ കൂടെ ഫൈറ്റോലേക്ക, ദാറ്റ് ഓൾസോ ടു ബി ട്രൈഡ്. ഫൈറ്റോലേക്ക 30, ഈ അസ്റ്റേറിയ റൂബൻസ്, ദെൻ സ്ക്രോഫുലേറിയ നൊഡോസ, ദെൻ ദിസ് ഫൈറ്റോലേക്ക, ദാറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ് കോമൺലി യൂസ്ഡ് ഫോർ ക്യാൻസർ ബ്രസ്റ്റ്. ടങ് ക്യാൻസർ, നാക്കിലുണ്ടാകുന്ന ക്യാൻസറിന് ഗാലിയമാണ്, ഗാലിയം അപ്പാരൈൻ. So you should be aware of this gallium apparent, cancer of tongue. Then reduce PSA, prostate സാധാരണ എല്ലാവരും വന്ന് കംപ്ലൈന്റ് വരുന്നത് PSA, prostate specific antigen കൂടി പോകുന്നു പറയും. അപ്പൊ അങ്ങനെ വരുമ്പം
കുർക്കുമ ലോങ്ക യു ഹാവ് ടു ട്രൈ. കുർക്കുമ ലോങ്ക ടിഞ്ചർ, കുർക്കുമ ലോങ്ക ടിഞ്ചർ. അതുപോലെ തന്നെ വിസ്കം ആൽബ്, വിസ്കം ആൽബ്, ദെൻ ഹോങ്നാൻ. ഇത്രയും ഈ PSA കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മരുന്നുകളാണ്. റെഡ്യൂസ് PSA. ഓക്കെ, യെസ്, നമുക്ക് 9:45 ആകുന്നു. സോ സമയപരിധിയുണ്ട്. ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചോദിക്കാനും പറയാനുള്ള സമയമായിട്ടുണ്ടെന്ന് മനോജ് പറയുന്നു. ഡോക്ടർ പ്ലീസ്. എന്തായാലും വളരെ നല്ല അവതരണമായിരുന്നു. നമ്മൾ പഠിച്ചിട്ടുള്ള സർജൻസ് നൈറ്റ്മെയർ സാറിന് നമ്മൾ പറയുമല്ലോ, കീലോയിഡിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ നമുക്ക് പറയേണ്ടി വരും കീലോയിഡ് മാത്രം ഡോക്ടർ യഹിയയും സർജൻസ് നൈറ്റ്മെയർ എന്ന് പറയേണ്ടി വരും. കാരണം 80% കേസുകൾ ഡോക്ടർ മരുന്ന് കൊടുത്ത് ഭേദപ്പെടുത്തി പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ നേട്ടം തന്നെയാണ്. ചുമ്മാതല്ല IMA-കാര് കണ്ണു അടച്ചുകൊണ്ട് നമ്മൾ എതിർക്കുക എന്നുള്ളതും വ്യക്തമാണ്. നമുക്ക് ചർച്ചയിലേക്ക് പോകാം. പ്രസാദ് ഡോക്ടർ നേരത്തെ തന്നെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാറെ സംസാരിക്കാമോ? ഡോക്ടർ പ്രസാദ് ഹാൻഡ് റൈസ് ചെയ്യും. ഓക്കെ, കേൾക്കാമോ? കേൾക്കാം സാർ, കേൾക്കാം. ഞാൻ യാത്രയിലാണ്. ഏതായാലും ഡോക്ടർ യഹിയുടെ ക്ലാസ് വണ്ടർഫുൾ, പറയാതിരിക്കാൻ വയ്യ. അപ്പൊ ഞാനൊക്കെ ഇത് കറക്റ്റ് കേട്ടപ്പോ എനിക്ക് പേടി കൂടില്ല. കാരണം അടുത്ത ചൊവ്വാഴ്ച എന്റെ ക്ലാസ് ആണല്ലോ. അപ്പൊ ഡോക്ടർ യഹി ഇത്രയും പറയുമ്പോ എനിക്ക് എന്താ പറയാനുള്ളതെന്നൊരു പേടി വന്നു. അതിനകത്ത് 2-3 കാര്യങ്ങള് ഡോക്ടർ യഹിയെ, അതിനകത്ത് നമ്മൾ ലേബർ പെയിനിലേക്ക് പോകുമ്പോ ഡോക്ടർ പറഞ്ഞ കോളോഫൈലം ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് റെമഡി, നോ ഡൗട്ട്. പക്ഷെ സർജറി പറഞ്ഞു കഴിയുമ്പോ പേഷ്യന്റ് ഉണ്ടാവുന്നൊരു മാനസികാവസ്ഥയാണ്. ഇന്ന് ഓപ്പറേഷൻ ആണല്ലോ, അല്ലെങ്കിൽ ഇന്ന് ഡെലിവറി ആണല്ലോ എന്ന് പറയുമ്പോ കോളോഫൈലം മതി. പക്ഷെ നമ്മൾ അതിന്റെ കൂടെ ജൽസീമിയം വണ്ണം TDS കൊടുത്തു കഴിഞ്ഞാൽ, കാരണം ജൽസീമത്തിന്റെ ആക്ഷൻ എന്ന് വെച്ചാല് എല്ലാ മസ്കുലാറും നമ്മൾ പേടികൊണ്ട് ഇങ്ങനെ പിടിച്ചു വെക്കും. അപ്പൊ നമ്മൾ ആ പിടിച്ചു വെക്കുമ്പോ എക്സ്പെൽഷൻ കൂടുതൽ കിട്ടാതെ വരും. അപ്പൊ സർജറി സജസ്റ്റ് ചെയ്ത പേഷ്യന്റിന് നമ്മൾ ജൽസീമം വണ്ണം കൊടുക്കുമ്പോ അവരുടെ മെന്റലി, ജൽസീമത്തിന്റെ നമുക്ക് സ്പിയർ ഓഫ് ആക്ഷൻ അറിയാലോ, മൈൻഡിലാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഈ മസ്കുലർ കൺട്രാക്ഷനെ റിലാക്സ് ചെയ്ത് കിട്ടും. കേൾക്കണുണ്ടോ? അപ്പൊ ഈ ജൽസീമം കൊടുക്കുമ്പോൾ ഗുണം, ഒന്നാമത് പേഷ്യന്റ് പാനിക് ആയിരിക്കും, പേടി, ഫിയർ, ആൻസൈറ്റി ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് മെന്റൽ വൈസിൽ അത് ആക്ട് ചെയ്യും. ഫോളോഡ് ബൈ ആ നമ്മള് വെജൈനയില് ഇവിടുന്ന് എക്സ്പാൻഷൻസ് കൂടുതൽ കിട്ടാൻ വേണ്ടി ആ സമയത്ത് എല്ലാം വിട്ടുകൊടുക്കും. അപ്പോ ഇന്ന് സർജറി തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ തലേദിവസം കൊണ്ട് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ലേഡി സർജറിയുടെ ടൈമിൽ മുന്നേ പ്രസവിച്ച് കിട്ടും. കാരണം പേഷ്യന്റ് റിലാക്സ്ഡ് ആവും. 2 പക്ഷേ മെന്റൽ വൈസും ഉണ്ട്, പാത്തോളജിക്കൽ വൈസും ആ മെൽഡോൺ അവിടെ ആക്ട് ചെയ്യും. അതും കൂടി ഡോക്ടറെ കൂട്ടിച്ചേർക്കണമെന്ന് എന്റെ ചെറിയൊരു അഭിപ്രായം. വളരെ ലോജിക്കൽ ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ്. നമുക്ക് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഹൗ ടു മാനേജ് സ്ട്രോക്ക് പേഷ്യൻസ് ആണ് ചോദ്യം. How to manage stroke patients? Stroke. Yes. സ്ട്രോക്കില് സാധാരണ രീതിയിൽ നമ്മൾ OPM മാർണിക്ക ഇപ്പൊ തന്നെ നമ്മുടെ ലത്തീസാന്റെ കേസിൽ നമ്മളിവിടെ നല്ല ഡിസ്കഷൻ ഉണ്ടായിരുന്നതാണ്. നമുക്ക് അവിടെ നമ്മള് ക്രോട്ടാലസ് ഹോറിഡസ്, ലാക്ടസിസ്, OPM, ആർണിക്ക ഇതെല്ലാം കൊടുത്ത് നമ്മൾ കണ്ടതാണ്. അതില് ആദ്യത്തെ 2-3 ആഴ്ച വളരെ നല്ല റിസൾട്ട് കിട്ടി. പിന്നെ അവരുടെ വീട്ടിൽ നിന്നുള്ള ചില ഇടപെടൽ കൊണ്ടാണ് പിന്നെ നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റാതെ പോയത്. എനിവേ, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ദീസ് ആർ ദ ഡ്രഗ്സ് ടു ബി കൺസിഡേർഡ്. OPM, ആർണിക്ക, ക്രോട്ടാലസ് ഹോറിഡസ്, ഈ 3 മരുന്നും നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തണം. അത് അതോടൊപ്പം തന്നെ ഡോക്ടറെ പിറ്റ്യൂട്ടറിനം. Yes, that also try. ഡോക്ടർ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഈ പിറ്റ്യൂട്ടറിനത്തിനെ കുറിച്ച്. കറക്റ്റ്. പിറ്റ്യൂട്ടറിന് 2 കാര്യങ്ങളുണ്ട്. അബോർട്ട് ദ clot and prevent the formations of rupture. 2 ആക്ഷൻ ആണ് പിറ്റ്യൂട്ടറിന്. ഓക്കെ ഡോക്ടറെ, അപ്പൊ നമുക്ക് അടുത്ത ചൊവ്വാഴ്ച ഡോക്ടർ നല്ലൊരു പ്രകടനം പ്രതീക്ഷിക്കാവുന്ന സൂചനയാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, രവീഷ് എന്ത് പറയുന്നു? നമ്മുടെ എന്തെങ്കിലും പ്രോഗ്രാമിനെ കുറിച്ച് എന്തെങ്കിലും ബ്രീഫിംഗ് ഉണ്ടോ? ധനേഷ് ഡോക്ടർ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. എന്നിരുന്നാലും ഡോക്ടർ രവീഷ് നെറ്റ് പോയെന്നാണല്ലോ. ഓക്കെ, രവീഷ് വന്നു പോയി നിൽക്കുന്നു. അതെ. ഇനി എന്തെങ്കിലും സംശയങ്ങളെ ചോദിക്കാം. 5 മിനിറ്റ്. രവീഷ് സംസാരിക്കാമോ? രവീഷ്, നമ്മുടെ ഫണ്ട് എങ്ങനെ പോകുന്നു? രജിസ്ട്രേഷൻസ് ഒരുപാട് കൂടുതലായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഒരു ആൾമോസ്റ്റ് 60ലേക്ക് നമ്മൾ രജിസ്ട്രേഷൻ എത്തിക്കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഷെഡ്യൂള് ഫിക്സ് ആയി കഴിഞ്ഞു.
8:30 മുതൽ 5 മണി വരെയാണ് നമ്മുടെ ഷെഡ്യൂൾ. അത് ഫൈനലൈസ് ചെയ്തു. 3 സയന്റിഫിക് സെഷൻ, 3 സ്ലോട്ട്സ് ഉണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ വേറെ അഡീഷണൽ ആയിട്ട് ഒന്നും തന്നെ പറയാനില്ല. ഓക്കെ, എന്തായാലും ഏതാണ്ടെല്ലാം ഷേപ്പ് ഇനി വലിയ ചർച്ചകളൊന്നും കൂടാതെ തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഭംഗി. കാരണം ഈ പറഞ്ഞ പോലെ എങ്ങും എത്തൂല്ല. അതുകൊണ്ട് നമുക്ക് ഇത് മതി. ഉള്ളത് കൊണ്ട് 1-ാം തീയതി നമ്മുടെ ഭംഗിയായിട്ട് നടത്തുക എന്നുള്ള നമ്മുടെ അഭിമാന പ്രശ്നമാണ്. അത് അതുപോലെ നടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് അഭിപ്രായങ്ങൾ കൂടുതൽ പറയാനായിരിക്കും നല്ലത്. എന്തെങ്കിലും അഭിപ്രായങ്ങളോ? സ്റ്റുഡൻസ് അല്ല, നമുക്ക് സ്റ്റുഡൻസിന് നമ്മളെ എല്ലാ കോളേജിൽ നിന്നും 3 സ്റ്റുഡൻസിനെ വെച്ച് നമ്മൾ എന്റർടൈൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം അവര് ഫ്രീ ആയിട്ടാണ് നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുന്നത്. അവരെ സ്പോൺസർ ചെയ്യാൻ വേണ്ടി ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, കാരണം നമുക്കറിയാം ഇതിനകത്ത് ഏതാണ്ട് 4250 രൂപയോളം നമുക്ക് അവിടെ പെർ ഹെഡ് ചിലവാകുന്നതാണ്. അപ്പം അത് സ്റ്റുഡൻസിന്റെ കയ്യിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഡോക്ടേഴ്സോ അല്ലെങ്കിൽ ലവേഴ്സോ ആരെങ്കിലും ഒക്കെ കോളേജ് സ്റ്റുഡൻസിനെ സ്പോൺസർ ചെയ്യാൻ മുന്നോട്ട് വരണമെന്നുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഓക്കെ, ഡോക്ടർ സംശയം ചോദിക്കും. കോളേജിൽ നിന്ന് 3 പേര്. യെസ്, ഡോക്ടറുടെ സംശയമുണ്ട്. ലേബർ പെയിൻ ജൽസീമിയ ഒണ്ണം ഫോളോഡ് ബൈ വിച്ച് മെഡിസിൻ ചോദ്യം. ജൽസീമിയത്തിന്റെ കാര്യം ഡോക്ടർ പ്രസാദ് ആണ് പറഞ്ഞത്. അതിപ്പം നമുക്ക് ആൻസൈറ്റി, ഫിയറിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. ആ ഫിയർ കൂടുതലാണ് എങ്കിൽ തീർച്ചയായിട്ടും മാക്കനൈറ്റ്, ഒപ്പിയം, ജൽസീമിയം ഇതെല്ലാം മനസ്സിൽ വരണം. ഇനി അതിനെ ഓവർകം ചെയ്യാൻ, ഫിയർ ഇല്ലാത്ത ഒരു ഡെലിവറിക്ക് ആരെങ്കിലും ഉണ്ടാവുമോ എന്ന് എനിക്ക് തോന്നിക്കുന്നില്ല. അപ്പം അതിന് മുന്നേ തന്നെ എനിക്ക് തോന്നുന്നത് ഈ കോളോഫൈലം കൊടുത്തു തുടങ്ങണം. ആ കോളോഫൈലത്തില് ഈ പറയുന്ന രീതിയിൽ റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ട്രൈ ദിസ് ആൻസൈറ്റി ആൻഡ് ഫിയർ മെഡിസിൻ എന്നാണ്. അതെ, പ്രസാദ് ഡോക്ടർ ഡ്രൈവിംഗിലാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിപ്പോ ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കേണ്ട, റിസ്ക് ഉണ്ടാകുന്ന കാര്യമാണ്. നമ്മൾ അതും കൂടെ ഓർമ്മിക്കുക. അടുത്ത ദിവസം ചോദ്യം ചോദിച്ചോട് ഓർമ്മിക്കുക, ഡോക്ടർ ചോദിക്കുക. ഡോക്ടറെ, അത് കോളോഫലം കൊടുത്തിരിക്കണം. പക്ഷെ ആ പ്രഗ്നൻസി അല്ലെങ്കിൽ നമ്മൾ ഡെലിവറി ഡേറ്റ് പറയുന്ന സമയത്ത് 2-ഓ 3-ഓ ഡോക്ടർ പറയൂലേ എന്നിട്ട് പറ്റൂല, സിസേറിയൻ ആവും എന്ന് പറയൂലേ. അതെ, കോളോഫലം കമ്പൽസറി ആയിട്ട് വേണം. ഇതൊക്കെ എല്ലാ പേഷ്യൻസിനും കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തോരം കേസ് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു അല്ലേ? നമ്മുടെ എല്ലാ ഡോക്ടേഴ്സും ഡെലിവറിക്ക് പോകുന്നവർക്ക് പ്രസന്റ് കൊടുക്കുന്നതിന് പകരം ഇത് വേണം കൊണ്ട് കൊടുക്കാൻ. ഫൈനലായിട്ട് ഈ ഗർഭിണികളെ കാണാൻ പോകുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് നമ്മുടെ ഡോക്ടേഴ്സ് കൂടുതലായിട്ട് ശീലിക്കണം. അവിടെ പോകുമ്പോൾ ഈ മരുന്നുകൾ കൊണ്ട് കൊടുക്കുകയും വേണം. അല്ല, അതിന് ഈ പറഞ്ഞ പോലെ യഹിയ ഡോക്ടറെ പോലെ സബ്സ്റ്റൻസ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. തന്റെ ഇടത്തോടു കൂടി കാര്യങ്ങൾ സമീപിക്കാനുള്ള ഒരു ക്വാളിറ്റി എല്ലാവർക്കും ഉണ്ടാവണമെന്നല്ലോ ഡോക്ടറെ. ഇപ്പൊ കഴിഞ്ഞ 1000 ദിവസമായില്ലേ, 1000 ദിവസമായിട്ട് നമ്മൾ ഇത് പമ്പ് ചെയ്തിട്ട് ഇനിയും സബ്സ്റ്റൻസ് വന്നില്ലെന്ന് പറയുന്നത് മോശമല്ലേ? അല്ല, ഡോക്ടർ കെന്റ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. There are certain persons they will remain as beginners throughout their career എന്ന് ഡോക്ടർ കെന്റ് പറയുന്നുണ്ട്. ആരെയും കളിയാക്കിയില്ല. ഇറ്റ് മേ ബി. ഡോക്ടർ രാജൻ ഡോക്ടർ ഹാൻഡ് റൈസ് സ്റ്റേഷൻ. രാജൻ ഡോക്ടർ സംസാരിക്കാം. സംസാരിക്കാം ഡോക്ടർ. കേൾക്കാമല്ലോ? കേൾക്കാം. നിർഭാഗ്യവശാൽ ഡോക്ടർ ക്ലാസ് എനിക്ക് കേൾക്കാൻ പറ്റില്ല. ലാസ്റ്റ് മൂവ്മെന്റിലാണ് ഇവിടെ പുറത്തായിരുന്നു. ഏതായാലും ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ കാണിച്ച സന്മനസ്സിന് നന്ദി പറയാൻ വേണ്ടി ഞാൻ വിളിച്ചത്. ഏതായാലും എനിക്ക് ക്ലാസ് കേൾക്കാതെ പോയത് വലിയ നഷ്ടമായി കരുതുന്നു. ഏതായാലും ചില കാര്യങ്ങൾ വ്യക്തിയോട് നേരിട്ട് ഇന്ന് രാവിലെ നമ്മളൊക്കെ റിസർവ് ആണ്. ഈ പറഞ്ഞ രീതിയിൽ ഒരു വെടിക്കുള്ള പക്ഷി എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ രാവിലെ വിളിച്ചിട്ടാണ് ധനേഷ് ഡോക്ടർ പറയുന്നത് ഇന്ന് ജോയിൻ ചെയ്യണമെന്ന്. അപ്പൊ അതുകൊണ്ട് ആയുധങ്ങൾ നമ്മൾ നടത്തി വെച്ചിട്ടുണ്ട്. എപ്പോ വേണമെങ്കിലും നമ്മൾ പ്രയോഗിക്കാൻ തയ്യാറാണ്. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ കയറിയത്. താങ്ക് യു ഡോക്ടർ രാജൻ. എന്തായാലും എനിക്ക് വാർത്തോടുകാർ ഓർമ്മിക്കാനുള്ളത്, കട്ടൺ റൈസർ എന്നൊരു പ്രോഗ്രാം നടക്കുമ്പോൾ അത്രത്തോളം ഒരു സുഖകരമായ സമീപനമല്ല നമ്മുടെ ഡോക്ടർമാർ സ്വീകരിക്കുന്ന എനിക്ക് തോന്നുന്നു. ഒരു 35-40 നമ്മുടെ ഒരു ആവറേജ്. ഇന്ന് തന്നെ പ്രസന്റ് ചെയ്ത ഡോക്ടർ കാറ്റിയ അതവരുടെ പോർച്ചുഗലില്ല. എന്തൊരു ഉജ്ജ്വലമായ പ്രസന്റേഷൻ ആയിരുന്നു. നമ്മളെല്ലാം സയന്റിഫിസിറ്റി ഇല്ല, സയന്റിഫിക് എല്ലാം നടക്കുമ്പോൾ ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ച് നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു, വളരെ ഉജ്ജ്വലമായിരുന്നു. പക്ഷെ വളരെ കുറച്ച് പേരെ കേട്ടു. ഇന്നലെ അതുപോലെ തന്നെയാണ്. നല്ല പ്രസന്റേഷൻ. നമുക്ക് ദയവേത് ഇതിനകത്ത് പ്രത്യേകിച്ച് ക്ലൂ ഒന്നുമില്ല, ടിപ്പൊന്നുമില്ല എന്നുള്ളതല്ല. നമ്മുടെ നല്ല ഉജ്ജ്വലമായ പ്രോഗ്രാമാണ്. ഹോമിയോപ്പതി, അതും തന്നെ പോർച്ചുഗലിലെ ഫാർമസിയെ കാണിക്കുകയുണ്ടായി. ഈ ഡോക്ടർ കണ്ടു കാണുമായിരിക്കും. ഏതാണ്ട് 100 വർഷത്തിന് പുറത്തായതാണ്.
തീർച്ചയായിട്ടും ഹോമിയോപ്പതിയുടെ ഞാൻ കണ്ടു ഞാൻ വളരെ നന്നായിട്ട് ഇന്നലെ തന്നെ അർജന്റീനയിൽ നിന്നുള്ള നല്ല പ്രശ്നം ഞാൻ കുതിരയൊക്കെ കാണിച്ചത് അവര്. അതെ, അതുപോലെ ഡോക്ടർ വേറെ യൂറോപ്യൻ പാർലമെന്റ് പ്രമേയം കാണിച്ചിരുന്നു ഈ വെറ്റിനറി സയൻസിൽ ഹോമിയോപ്പതി ആപ്ലിക്കേഷനെ കുറിച്ച്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ, വളരെ ദൗർഭാഗ്യമാണ്, 35-40 പേരാണ് സമയം കണ്ടെത്തിയെന്നുള്ളതാണ്. അത് പാടില്ല. നമ്മുടെ സമീപനം മാറ്റിയാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. നമുക്ക് ജെയ്സ് പോൾ സാറിലേക്ക് പോകാം. സാർ സംസാരിക്കാം. ജെയ്സ് പോൾ സാർ സംസാരിക്കാം. നമസ്കാരം. കേവലം ഒരു ക്ലിനിക്കൽ ടിപ്സ് പോലുള്ള ഈ ക്ലാസ് ഉജ്ജ്വലമായിരുന്നു. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ജെൽസീമിയം അത് ആങ്സൈറ്റിക്കും മസ്കുലാർ റിജിഡിറ്റിക്കും നല്ലത് തന്നെയാണല്ലോ. അപ്പം ജെൽസീമിയം കൊടുക്കുകയാണെങ്കിൽ മറ്റൊരു മരുന്ന് കൊടുക്കണ്ട എന്നുള്ളതാണ് എൻ്റെ സജഷൻ. പിന്നെ പൈൽസിനെ കുറിച്ച് പറഞ്ഞത് എനിക്കൊരു അനുഭവം ഉണ്ടായി. കാരണം ഒരു സെമിനാറിൽ ഒരാൾ പറഞ്ഞ് പൈൽസിന് പ്രത്യേകിച്ച് പഥ്യമൊന്നും നോക്കേണ്ട കാര്യമില്ല. ഒരാൾക്ക് ചിക്കനോ അല്ല ബീഫോ പ്രശ്നമാകുമെങ്കിൽ അത് കൊടുത്തുകൊണ്ട് തന്നെ മരുന്ന് കൊടുക്കണമെന്ന്. ഞാൻ 3-4 പേഷ്യൻസിനെ ഈ ഫാക്കൽറ്റിക്ക് റെഫർ ചെയ്തിരുന്നു. പക്ഷെ അത് 4 കുളമായി. ഇപ്പൊ ഞാൻ സാധാരണ പഥ്യം കാക്കണമെന്ന് പറയുന്ന അക്കൂട്ടത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറയാൻ കാരണം. ഇപ്പൊ എൻ്റെ ഒരു പേഷ്യന്റ് അയാൾക്ക് ഹോമിയോപ്പതി വിശ്വാസിയാണ്, വിട്ടുപോകുന്നില്ല. ഞാൻ മരുന്ന് പലതും മാറി 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 കൊടുക്കുന്നുണ്ട്. സിംറ്റം അനുസരിച്ച് തന്നെയാണ് കൊടുക്കുന്നത്. അയാൾക്ക് ഫലിക്കുന്നില്ല. 2 ദിവസം കുറവ് കിട്ടിയെങ്കിൽ 3-ാം ദിവസം ഇയാള് ഡോക്ടറെ പ്രശ്നമാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഇയാളുടെ മരുന്നിന് വേണ്ടിയല്ല, വെറുതെ കാഷ്വലായിട്ട് പുറത്തു വെച്ച് സംസാരിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞ് ഒരു വാക്കാണ് സ്ട്രൈക്ക് ചെയ്തത്. എന്റെ സാറെ, ഭയങ്കര ക്രൈസിസ് ആണല്ലോ എന്റെ പ്രശ്നം. ഞാനത് എവിടെ വായിച്ച പോലെ തോന്നി. തയോസിനാമിനം റെക്ടൽ ക്രൈസിസ് എടുത്ത് പറയുന്നുണ്ട്. ഞാൻ പിന്നെ വേറൊന്നും ചോദിക്കാൻ പോയില്ല. ഇദ്ദേഹത്തിന് തയോസിനാമിനം 30 ഒരു 6 ഡോസ് കൊടുത്തു. 2 ദിവസം കഴിഞ്ഞിട്ട് പറയാൻ പറഞ്ഞു. ഏതായാലും ഇദ്ദേഹം 2 ദിവസം കഴിഞ്ഞ് പറഞ്ഞു വളരെ സുഖമുണ്ട് ഡോക്ടർ. യെസ്, അതൊരു മിറക്കിള്. ഞാനിത് ഷെയർ ചെയ്യാനായിട്ട് ഇപ്പോൾ കൈ ഉയർത്തുന്നേ ഉള്ളൂ. ക്ലാസ് വളരെ നന്നായിരുന്നു. നന്ദി. അതെ, ഹനുമാൻ പറയുന്നുണ്ട് ഭൂമിയിൽ ഏറ്റവും വലിയ ധനം എന്ന് പറയുന്ന മനുഷ്യന്റെ ആരോഗ്യമാണെന്ന്. അത് എന്തുകൊണ്ടാണ് ഹോമിയോപ്പതി മെഡിസിൻ ഇത്ര കൃത്യമായിട്ട് പ്രൂവ് ചെയ്യേണ്ട ആവശ്യകത? അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഭൂമിയിൽ ഏറ്റവും വലിയ ധനം എന്ന് ആരോഗ്യമാണ്. അപ്പൊ അതിനു വേണ്ടിയുള്ള എഫേർട്ട് എന്ന് പറയുന്നത് മെഡിസിൻ പ്രൂവിങ് ആണെന്നും അത് കൃത്യമായിട്ട് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഓരോ വാക്കും ഓരോ കോമയും പല ഹനുമാനെ തിരുത്താൻ നടക്കുന്നുണ്ടല്ലോ. നമ്മൾ ആലോചിച്ച് നോക്കി, 200-220 വർഷമായിട്ട് അദ്ദേഹം പറഞ്ഞ ഏത് വാക്കാ തിരുത്താൻ പറ്റിയിട്ടുള്ളത്, ഏത് വരിയാ മാറ്റിയിട്ടുള്ളത്, ഏതിലാ തെറ്റുള്ളത്? അപ്പൊ തെറ്റ് എവിടെയാണ്? നമ്മുടെ ഭാഗത്താണ്. ഇപ്പൊ സാറ് പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ടല്ലോ, ഞാൻ ഹൈലൈറ്റ് ചെയ്തത് അത് തന്നെയാണ് ഹൈലൈറ്റ് ചെയ്തത്. കാരണം പരാജയപ്പെടുന്നത് മരുന്നിന്റെ കുഴപ്പമല്ല, നമ്മുടെ വിവരക്കുറവാണ്. അതെ, ഹൈലൈറ്റ് ചെയ്തത്. അത് ആലോചിച്ച് നോക്കുക എത്ര ഉജ്ജ്വലമാണെന്നുള്ള ഈ ഒരു ക്രെഡിബിലിറ്റി, ഇത്രയും വിശ്വാസ്യത, കൃത്യത ലോകത്ത് വേറെ ഒരു മെഡിക്കൽ സയൻസിനും പറയാൻ പറ്റില്ല.